ഇപ്പൊ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് കോടിക്കണക്കിന് ചൊല്ലി, സുബ്ഹാനല്ലാഹ് ആയിരക്കണക്കിന് ചൊല്ലി, എന്നാ അല്ലാഹുവിന്റെ ആളാവോ? ഇല്ല, നിസ്കരിക്കണം. അല്ലാഹു പറയുന്നു അഖിമിസ്സലാത്ത, നിസ്കാരത്തെ കറക്റ്റിൽ ചെയ്യണം, നിസ്കാരത്തെ കറക്റ്റിൽ ചെയ്യണം. എന്തിന്? ദിക്രി, എന്നെ ഓർക്കുന്ന മനസ്സ് നിനക്ക് വേണോ? നീ എന്റെ ദാക്കിറാകണോ? നിസ്കരിച്ചേ പറ്റൂ. കുറെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയത് കൊണ്ട് ഒരിക്കലും തന്നെ നീ എന്നോട് അടുക്കുകയില്ല. കുറെ കോടിക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയാലും നിന്നെ ഞാൻ എന്റെ ദാക്കിറായി സ്വീകരിക്കുകയില്ല. എന്റെ ദാക്കിറാകണോ, എന്റെ ദാക്കിറാകണോ? നിർബന്ധമായി നിസ്കരിച്ചേ പറ്റൂ. നോക്കി, നിങ്ങൾ നിസ്കരിക്കുന്നവനെ ദാക്കിറാകാൻ കഴിയൂ? ഒരിക്കലും തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കോടിക്കണക്കിന് ചൊല്ലി തീർത്താലും നിസ്കരിക്കാത്തവന് ദാക്കിറാകാൻ കഴിയില്ല. നോമ്പ് നോക്കാത്തവന് തഖ്വ ചെയ്യാൻ കഴിയില്ല. അല്ലാഹു അങ്ങനെ ഈ ശരീരത്തിൽ തീരുമാനിച്ചു പോയി. അല്ലാഹു മറ്റൊരായത്തിൽ പറയുന്നു, ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. നിങ്ങളിൽ ആരെങ്കിലും രോഗികളോ അല്ലെങ്കിൽ യാത്രയിലോ ആണെങ്കിൽ മറ്റു ദിവസങ്ങളിൽ നിങ്ങൾ നോറ്റാൽ മതി. പക്ഷെ റമദാനിന്റെ മഹത്വം കിട്ടൂല. കടം വീടുമെങ്കിലും ഒരിക്കലും തന്നെ യാത്രയിലാണ് അല്ലെങ്കിൽ രോഗിയാണ് എന്ന പേരിൽ ഒരിക്കലും തന്നെ റമദാനില്ലാത്ത ടൈമിൽ ഖളാ കിട്ടിയത് കൊണ്ട് ആ മഹത്വം ഒന്നും ലഭിക്കൂല. ലൈലത്തുൽ മഹത്വം അല്ലെങ്കിൽ റമദാനിൽ ഒരു ഫർള് ചെയ്താൽ 70 ഫർളിന്റെ കൂലി ഉണ്ടെന്ന് ഹദീസിൽ വരുന്നുണ്ട്. ആ സ്ഥാനം ഒന്നും കിട്ടൂല. ഒരു നോമ്പിന്റെ കടം വീടും ഇത്ര മാത്രം. നിർബന്ധമില്ല അവർക്ക്. ഇൻഷാ അല്ലാഹ് നമ്മൾ വരുന്നുണ്ട് മസലകൾ ഇൻഷാ അല്ലാഹ് പറയുമ്പോൾ അല്പ മസല വന്നിട്ട് എന്ന് നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട്. ആരൊക്കെയാണ് നോമ്പ് ഫർളുള്ളവർ? നോമ്പ് ഫർളുള്ളവർ ആരാണ്? ആർക്കും നോമ്പ് ഫർളില്ല. പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഹൈദും നിഫാസുമില്ലാത്ത, യാത്രക്കാരനല്ലാത്ത, നോമ്പിന് കഴിയുന്ന എല്ലാവർക്കും നോമ്പ് നോക്കൽ നിർബന്ധമാണ്. ഇതാണ് നോമ്പ് നിർബന്ധമുള്ള വിഭാഗം. അപ്പോ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് നോമ്പ് നിർബന്ധമില്ല. നോമ്പിന് കഴിയാത്ത പ്രായം ചെന്ന ആളുകൾക്ക് നോമ്പ് നിർബന്ധമില്ല. അതുപോലെ തന്നെ ഒരിക്കലും തന്നെ സുഖപ്പെടുകയില്ല എന്ന് പറഞ്ഞ രോഗം അവർക്ക് നോമ്പ് നിർബന്ധമില്ല. അവർക്ക് നോമ്പ് നോക്കാൻ കഴിയാത്തവരാണ്. അതുപോലെ തന്നെ സുഖപ്പെടുക ചെയ്യും, പക്ഷെ ഇപ്പം വയ്യ, പനി കൊണ്ട് തീരെ വയ്യ, അങ്ങനത്തെ ഒരാൾ. ഒരു ഉദാഹരണം, അവർക്ക് നോമ്പ് നിർബന്ധമില്ല. അങ്ങനെ നോമ്പ് നോക്കാൻ കഴിയാത്തവർക്ക് നിർബന്ധമില്ല. യാത്രയിലാണ്, അവർക്ക് നിർബന്ധമില്ല. ഹൈദുകാരിയാണ്, നിഫാസുകാരിയാണ്, ഭ്രാന്തനാണ്, ഇവർക്കൊന്നും നോമ്പ് നിർബന്ധമില്ല. പക്ഷെ ഈ നിർബന്ധമില്ലാത്ത ആളുകൾ രണ്ടിനുമാണ്. ഒരു കൂട്ടര് നിർബന്ധമായും ഖളാ വീട്ടണം, ഒരു കൂട്ടര് ഖളാ വീട്ടേണ്ടതില്ല. അങ്ങനത്തെ ഹൈദുകാരി, അവിടെ ഹൈദ് കഴിഞ്ഞാൽ ഖളാ വീട്ടണം. നിഫാസുള്ള പ്രസവിച്ച പെണ്ണ്, അത് കഴിഞ്ഞാൽ ഖളാ വീട്ടണം. അതുപോലെ തന്നെ രോഗം കാരണത്താൽ ഒരിക്കലും തന്നെ ശിഫയാവുകയില്ല എന്ന് പറഞ്ഞ രോഗം, ഡോക്ടർ പറഞ്ഞു ഇനി ഒരിക്കലും ശിഫയാവുന്ന ഈ രോഗം, അല്ലാഹു കാക്കട്ടെ, ക്യാൻസർ പോലെ അത് പിടിപെട്ട് ഒരിക്കലും ഇനി മാറൂല, ഇയാൾ ഇങ്ങനെ അങ്ങ് മരിച്ചു പോകുമെന്ന് പറഞ്ഞ രോഗം, അയാൾക്ക് നോക്കാൻ കഴിയില്ല എങ്കിൽ അയാള് ഈ രോഗം മാറിയാൽ തന്നെ ഖളാ വീട്ടണ്ട. ഹൈദുകാരി ഖളാ വീട്ടണം, നിഫാസുകാരി ഖളാ വീട്ടണം. സാധാ രോഗങ്ങളൊക്കെ ഉണ്ടായിട്ട് മാറാൻ സാധ്യതയുള്ള രോഗങ്ങളാൽ നോമ്പ് ഒഴിവാക്കിയാൽ, പനിയോ തലാർച്ചിലോ വയറ്റിലൊക്കെ ഉണ്ടായിട്ട് നോമ്പ് ഒഴിവാക്കിയാൽ നിർബന്ധമായി നോമ്പ് ഖളാ വീട്ടണം. പിന്നെ നോമ്പ് ഒഴിവാക്കാൻ അനുവദിക്കപ്പെട്ട കൂട്ടർ കൂടെ ഉണ്ട്. അതുപോലെ യാത്രക്കാർ, അവർ ഖളാ വീട്ടണം. പിന്നെ ഗർഭിണികൾ, മുല കൊടുക്കുന്ന ഉമ്മമാർ, അവർക്കും പ്രത്യേക സാഹചര്യങ്ങളിൽ നോമ്പ് ഒഴിവാക്കാവുന്നതാണ്. ഞാനത് പറയും ഇൻഷാ അല്ലാഹ്. അവരും നോമ്പ് ഖളാ വീട്ടണം. രണ്ട് കൂട്ടര് ഖളാ വീട്ടണ്ട. ആരാ രണ്ട് കൂട്ടര്? ഒന്ന്, വാർദ്ധക്യം കൊണ്ട് നോമ്പ് നോക്കാൻ കഴിയാത്തവർ, അവര് ഒരിക്കലും തന്നെ ഖളാ വീട്ടണ്ട. അതേപോലെ തന്നെ ഒരിക്കലും സുഖപ്പെടുകയില്ല എന്ന് ഡോക്ടർ വിധി എഴുതിയൊരു രോഗം, പിന്നീടത് എന്തോ കറാമത്തുണ്ടോ മറ്റോ അത് മാറിപ്പോയി, ശിഫയായിപ്പോയി, അയാളെ ഖളാ വീട്ടണ്ട. പക്ഷെ അവർക്ക് രണ്ടുപേർക്കും നോമ്പില്ലെങ്കിലും ഒരു പ്രത്യേകമായ നിയമം ഇസ്ലാമിലുണ്ട്. അവർക്ക് രണ്ടുപേർക്കും നോമ്പില്ല. വയസ്സായവർക്ക് നോമ്പില്ല, അതുപോലെ ആവതില്ല. നോമ്പ് വയസ്സായ കാരണത്താൽ ആവതില്ലെങ്കിൽ നോമ്പില്ല, അല്ലെങ്കിൽ ഒരിക്കലും മാറുകയില്ല എന്ന് പറഞ്ഞ രോഗം കാരണത്താൽ നോമ്പ് ഒഴിവാക്കുക അവർക്കും നോമ്പില്ല. പക്ഷെ അവർക്ക് രണ്ടുപേർക്കും
നിർബന്ധമായും ഈ റമദാനിന്റെ ഓരോ ദിവസത്തിലും ഒരു മുദ്ദ് വീതം പാവങ്ങൾക്ക് കൊടുക്കേണ്ടതാണ്. ഒരു മുദ്ദ് വീതം പാവങ്ങൾക്ക് അവർ കൊടുത്തേക്കണം. ബാക്കിയുള്ള ആളുകൾക്ക് ഹൈദുള്ള കാരണത്താൽ നോമ്പ് ഒഴിവാക്കിയാൽ മുദ്ദ് കൊടുക്കണ്ട, പ്രസവിച്ച കാരണത്താൽ നോമ്പ് ഒഴിവാക്കിയാൽ മുദ്ദ് കൊടുക്കണ്ട, പനിയോ ഒരാഴ്ച അതുപോലെ രോഗങ്ങൾക്ക് ഉണ്ടായി താൽക്കാലികമായി നോമ്പ് ഒഴിവാക്കിയാൽ മുദ്ദ് കൊടുക്കണ്ട, കഥാ കിട്ടിയാൽ മാത്രം മതി. എന്നാൽ ഗർഭിണിയോ അല്ലെങ്കിൽ മുല കൊടുക്കുന്ന ഉമ്മയോ അവന് നോമ്പ് ഒഴിവാക്കിയാൽ മുദ്ദ് കൊടുക്കേണ്ട കോലമുണ്ട്, മുദ്ദ് കൊടുക്കാത്ത കോലമുണ്ട്. നോമ്പേതായാലും കഥാ കിട്ടണം, മുദ്ദ് കൊടുക്കുന്നവരോട് കൊടുക്കാത്തവരുണ്ട്. ഗർഭിണിയായ പെണ്ണും മുല കൊടുക്കുന്ന ഉമ്മയും അവര് 3 രൂപത്തിലുണ്ട്. ഞാൻ പറയാം. ഗർഭിണിയോട് അല്ലെങ്കിൽ മുല കൊടുക്കുന്ന ഉമ്മയോട് വിശ്വസ്തനായ ഒരു ഡോക്ടർ പറഞ്ഞു, ഒരു വൈദ്യര് പറഞ്ഞു, എന്ത്, ഈ ഗർഭത്തിലിരിക്കുന്ന കുട്ടിക്ക് നീ നോമ്പ് നോറ്റാൽ കേടാണ്, ഈ മുല കുടിക്കുന്ന കുട്ടിക്ക് നോമ്പ് നോറ്റാൽ കേടാണ് ഡോക്ടർ പറഞ്ഞു. അല്ലെങ്കിൽ ഈ കുട്ടിക്കും നിനക്കും കേടാണ് ഡോക്ടർ പറഞ്ഞു, അല്ലെങ്കിൽ നിനക്ക് കേടാണ് ഡോക്ടർ പറഞ്ഞു. 3 കാലം നമ്മൾ മനസ്സിലാക്കണം. കുട്ടിക്കും നിനക്കും കേടാണ്, മുല കുടിക്കുന്ന കുട്ടിക്കും ഗർഭത്തിലുള്ള കുട്ടിക്കും ഉമ്മക്കും കേടാണ്, രണ്ടിനും കേടാണ് നോമ്പ് നോൽക്കുന്നതെന്ന് വിശ്വസിക്കാൻ പറ്റിയ ഒരു ഡോക്ടർ പറഞ്ഞു. ചിലപ്പോൾ നോമ്പിനുള്ള വെറുപ്പോട്ട് ചില ഡോക്ടർമാർ പറയും, അതിനാണ് ഇമാമിങ്ങൾ വിശ്വസിക്കാൻ പറ്റിയ ഡോക്ടർ എന്ന് പറയുന്നത്. മറ്റൊന്ന്, പിന്നെ കുട്ടിക്ക് കേടാണ് നീ നോമ്പ് നോറ്റാൽ, അല്ല നിനക്ക് കേടാണ് നോമ്പ് നോറ്റാൽ. ഇങ്ങനെ 3 പോലെ. ഇതിൽ നിനക്കും കുട്ടിക്കും കേടാണെന്ന് പറഞ്ഞ കോലത്തിൽ ഗർഭിണിയും മുല കൊടുക്കുന്ന ഉമ്മയും നോമ്പ് ഖളാ കിട്ടണം, മുദ്ദും കൊടുക്കണം. അല്ല, നോമ്പ് ഖളാ കിട്ടിയാൽ മതി. നിനക്കും കുട്ടിക്കും കേടാണെന്ന് പറഞ്ഞ കോലത്തിൽ നോമ്പ് ഖളാ കിട്ടിയാൽ മാത്രം മതി, മുദ്ദ് കൊടുക്കണ്ട. നിനക്ക് കേടാണെന്ന് പറഞ്ഞ കോലത്തിലും നോമ്പ് ഖളാ കിട്ടിയാൽ മതി, മുദ്ദ് കൊടുക്കണ്ട. കുട്ടിക്ക് കേടാണെന്ന് മാത്രമുള്ള കോലത്തിൽ, കുട്ടിക്ക് മാത്രമാണ് അതുകൊണ്ട് കേട്, ശരി നമുക്ക് കേടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ നോമ്പ് ഖളാ കിട്ടുകയും മുദ്ദ് കൊടുക്കുകയും വേണം. ഉമ്മമാരി മസാല നല്ലപോലെ പഠിച്ചു വെക്കണം. ഏതാ നമ്മൾ പറഞ്ഞത്? മുദ്ദ് കൊടുക്കൽ നിർബന്ധമായ കോലം 1 ഏതാ? റമളാനിലെ ഖിയാം. റമളാനിലെ ഖിയാം എന്ന് പറയുന്നത് ഏതാണ്? അല്ലാഹുവിന്റെ റസൂൽ അതാ എത്രയോ അവിടുത്തെ ജീവിതത്തിൽ അവിടുന്ന് തറാവീഹ് നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല. ഹദീസിൽ എത്രയോ കാണാം. 20 റക്അത്ത് തന്നെ അവിടുന്ന് നിസ്കരിച്ചതായി കാണാം. പക്ഷേ അങ്ങനെയുള്ള ഹദീസുകളെ ഹദീസുകളെ പരിശോധിച്ചുകൊണ്ട് പറയുന്ന വ്യക്തമായ റിപ്പോർട്ടുകളല്ല ഇത്. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ ജീവിതം നമുക്ക് ശരിക്ക് പിടുത്തം കിട്ടിയില്ലെങ്കിൽ പിന്നെ ആ ജീവിതം അളന്നു മുറിച്ച് ജീവിതത്തിൽ പകർത്തിയ സ്വഹാബിമാരെ ഉൾക്കൊണ്ട് ജീവിക്കേണ്ടതാണ്. നബിതങ്ങളിൽ നിന്ന് വ്യക്തമായ ഒരു റിപ്പോർട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ, നബിതങ്ങൾ തറാവീഹ് നിസ്കരിച്ചെന്ന് വ്യക്തമായി വന്നിട്ടുണ്ട്. പക്ഷേ 20 റക്അത്താണെന്ന് ഖണ്ഡിതമായി സമർത്ഥിക്കാൻ പറ്റിയ രൂപത്തിൽ നബിതങ്ങളിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട് അത് സ്വഹാബത്തിൽ നിന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. സ്വഹാബത്ത് മുഴുവനും തറാവീഹ് 20 എന്ന അഭിപ്രായക്കാരാണ്. അതാ ശാഫിഈ മദ്ഹബിലെ എല്ലാ കിതാബിലും കാണാം ബിൽ ഇജ്മാഅ്. ഇതിൽ മുസ്ലിമീങ്ങളിൽ രണ്ടഭിപ്രായമില്ല. 20 റക്അത്ത് തറാവീഹ് ഉണ്ട് എന്നതിൽ രണ്ടഭിപ്രായമില്ല. ഇന്നിപ്പോ വിദഅത്ത് പ്രസ്ഥാനക്കാരെത്തിപ്പെട്ട അവസ്ഥ എന്താണ്? റമളാനിൽ അങ്ങനെ ഒരു നിസ്കാരം തന്നെ ഇല്ല. സുബ്ഹാനല്ലാഹ്. തഹജ്ജുദ് നിസ്കാരത്തിന്റെ പേരാണ് തറാവീഹ്, അല്ലെങ്കിൽ വിത്ർ നിസ്കാരത്തിന്റെ പേരാണ് തറാവീഹ്. കുഫ്രിയത്തിന്റെ വാദമാണ് ഇത്, ഇസ്ലാമിന് പുറത്തു വന്ന വാദം. ഇമാം നവവി ശറഹ് മുസ്ലിമിൽ പറയുന്നു, മൻ ഖാമ റമളാൻ എന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഈ നിസ്കാരം ഏതാണ്? അത് തറാവീഹ് നിസ്കാരമാണ്. അയിമത്ത് മുഴുവനും അത് വിശദീകരിക്കുന്നു. അത് വെറും തഹജ്ജുദാണെന്ന് പറഞ്ഞ ഒരു ഇമാമും കഴിഞ്ഞു പോയിട്ടില്ല. മുസ്ലിം ഉമ്മത്തിന് അങ്ങനെ ഒരു അഭിപ്രായം പരിചയമില്ല. വളരെ കർക്കശമായി ഇത് നമ്മൾ മനസ്സിലാക്കണം. തഹജ്ജുദ് റമളാനിലെത്തുമ്പോൾ തറാവീഹ് ആകുന്ന ഒരു സ്വഭാവം ഇസ്ലാമിലില്ല. അല്ലാഹുവിന്റെ റസൂൽ പ്രത്യേകമായി പറയുന്നു, ഈ മാസത്തിൽ ഞാൻ നിങ്ങൾക്കതാ സുന്നത്താക്കിയിരിക്കുന്നു തറാവീഹ് നിസ്കാരത്തെ. ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഹദീസ് വ്യക്തമായ സ്വഹീഹായ ഹദീസ്. അതിൽ കാണാം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് അതാ 20 റക്അത്ത് തറാവീഹ് സ്വഹാബത്ത് മുഴുവനും നിസ്കരിച്ചു. ഈ ഹദീസിനെ ഇന്ന് വരെ ബിദ്അത്തുകാർക്ക് ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല.
ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. വിശാലമാണ് ആ ലോകം. തറാവീഹ് നിസ്കാരം കൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, കഴിഞ്ഞ തെറ്റുകളെ മുഴുവനും പൊറുക്കാൻ മാത്രം പാകപ്പെട്ട നിസ്കാരമാണ് തറാവീഹ്. ഉമ്മമാരെ, തറാവീഹ് നിസ്കാരത്തിൽ നിങ്ങൾ വളരെ പിന്നിലാണ്. തറാവീഹ് നിസ്കാരത്തിൽ സ്ത്രീകൾ വളരെ പിന്നിലാണ്. കാരണം അടുക്കളയിൽ നോമ്പറന്നിട്ട് പിന്നെ പാത്രം മോറണം, അവർക്ക് നോമ്പറക്കണം, ആണുങ്ങൾക്ക് നോമ്പറക്കണം, അപ്പോത്തിന് കഞ്ഞിണ്ടാക്കണം, അപ്പോത്തിന് അത്താഴം ഉണ്ടാക്കണം. ഈ ചിന്തയിലൊക്കെ ആയിട്ട് ഉമ്മമാർക്ക് തറാവീഹ് നിസ്കരിക്കാൻ വളരെ പ്രയാസമാണ്. ഇനി നിസ്കരിക്കുന്നുണ്ടെങ്കിൽ തന്നെ പ്രായം ചെന്ന വല്യമ്മ, അടുക്കളയിലേക്ക് വരാത്ത വല്യമ്മ, ഇനി അതിന്റെ താഴെ തന്നെ ആ മെയിൻ കാര്യത്തിലൊക്കെ പങ്കെടുക്കുന്ന ഉമ്മ, മൊത്തമുള്ള ചെറുപ്പക്കാരത്തി പെണ്ണുങ്ങൾക്ക് തറാവീഹ് നിസ്കാരം വളരെ കുറവാണ് നമ്മുടെ നാടുകളിൽ. സഹോദരിമാരെ, നിങ്ങൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ട കേസാണിത്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണിത്. വിശുദ്ധ റമദാൻ അങ്ങ് കഴിഞ്ഞു പോകും. വലിയ ഗൗരവമുള്ള രാത്രികളാണ് റമദാനിന്റെ രാത്രികൾ. നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞല്ലോ, അത് എല്ലാവർക്കും ഉള്ളതാണ്. ഈ കളിയൊക്കെ അങ്ങ് തീരും കേട്ടോ. അടുക്കള പുഴുക്കളായി മാത്രം ജീവിക്കല്ല, അല്ലാഹുവിലേക്ക് എത്തണമെന്ന ആഗ്രഹം വേണം. റബ്ബിന്റെ മുമ്പിലെത്തുമ്പോൾ നിന്റെ അടുക്കളയില്ല. ഉമ്മമാരെ, വിശുദ്ധ റമദാനിന്റെ രാത്രികളിൽ ഒരിക്കലും തന്നെ നിങ്ങൾ തറാവീഹ് ഒഴിവാക്കരുത്. സഹോദരന്മാരെ, ചില ദിവസങ്ങളിലൊക്കെ ക്ഷീണമുണ്ടായിരിക്കും. ഇന്ന് വല്ലാത്ത ക്ഷീണം, നാളെ തറാവീഹ് നിസ്കരിക്കുക. ചിലവരും ചിന്തിക്കുന്നത് ഇന്ന് വല്ലാത്ത ക്ഷീണം. 30 ദിവസങ്ങളിൽ അല്ലെങ്കിൽ 29 ദിവസങ്ങളിൽ ഒരു ദിവസം അങ്ങ് ക്ഷീണമായി പോയാൽ ആ ക്ഷീണം വെച്ചിട്ട് തറാവീഹ് നിസ്കരിക്കാതിരുന്നാൽ ഒരു പക്ഷേ ലൈലത്തുൽ ഖദ്റാകുന്നത് ആ രാത്രിയാകാം. നീ തെറ്റ് ചെയ്യുന്നത് ഇന്നത്തെ രാത്രി, ഇത് അവസാനത്തെ 10 ഈ തെറ്റങ്ങ് ചെയ്യട്ടെ എന്ന് നിലക്ക് ചെയ്യുന്നത് മലക്കുകൾ, റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുന്ന പ്രത്യേക ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയായേക്കാം. ഒരു പക്ഷേ നീ ആ തെറ്റ് ചെയ്തത് റമദാൻ. വളരെ സൂക്ഷിക്കണം സഹോദരന്മാരെ, സഹോദരിമാരെ. തറാവീഹ് നിസ്കാരം അതുപോലുള്ള സുന്നത്തുകളൊന്നും ഒരു ദിവസവും ഒഴിവാക്കരുത്. വിശുദ്ധ റമദാനിൽ മുത്തുനബി പള്ളിയിൽ നിന്ന് തറാവീഹ് തുടങ്ങിയപ്പോ മദീനയിലുള്ള സ്വഹാബിമാര് മുഴുവനും ചെന്നുകൂടി. നബി തങ്ങൾ ക്ഷണിച്ചിട്ടില്ല. പ്രത്യേകമായ ഈ തറാവീഹിന്റെ മഹത്വം മനസ്സിലാക്കി റമദാനിൽ റസൂലുള്ളാഹിനെ ചെന്നിട്ട് അങ്ങ് തുടരുന്നു സ്വഹാബിമാര്. 2 ദിവസം ജമാഅത്ത് നിലനിന്നു. 3-ാമത്തെ ദിവസം റസൂലുള്ളാഹി തങ്ങൾ ആ ജമാഅത്ത് നടത്തിയില്ല. പിന്നീട് സ്വഹാബത്ത് ഒറ്റ ജമാഅത്തുകൾ നടത്തുമായിരുന്നു. എന്തേ കാരണം? ഞാൻ തറാവീഹ് നിസ്കാരം നിങ്ങളെ മേൽ ഫർളാകുന്നതിന് ഭയപ്പെട്ടു പോയി. റസൂലുള്ള തറാവീഹ് ഒഴിവാക്കിയിട്ടില്ല. പക്ഷേ ചെറിയ ജമാഅത്തുകളായി മാത്രമായിരുന്നു പള്ളികളിൽ നടന്നിരുന്നത്. 4ഉം 10ഉം 5ഉം ജമാഅത്ത് നടക്കുന്ന ഒരു പള്ളിയിൽ. പിന്നെ ഉമർ ഇബ്നു ഖത്താബ് ഞങ്ങളുടെ കാലത്ത് വലിയ ഒരു ജമാഅത്താക്കിയിട്ട് ഒരു ഇമാമിന്റെ കീഴിൽ സ്വഹാബത്ത് മുഴുവനും 20 റക്അത്ത് നിസ്കരിച്ചു എന്ന് കാണാം. ടോട്ടൽ സ്വഹാബത്ത് മുഴുവനും തറാവീഹ് നിസ്കരിച്ചവരാണ്. റസൂലുള്ള തറാവീഹ് നിസ്കരിച്ചവരാണ്. അത് 20 റക്അത്താണ്. ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുടെ കാലത്തുണ്ടായ ജമാഅത്ത് നമുക്ക് വ്യക്തമാണ്. അതിൻ്റെ ഇതിൽ വ്യക്തമായ ഒരു തെളിവുമില്ല. സ്ത്രീകൾ ജമാഅത്തായി തന്നെ നിസ്കരിക്കണം. വീടുകളിൽ ഒറ്റക്ക് നിസ്കരിച്ചാൽ മതിയാവില്ല എന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ വീട്ടിൽ എത്രയോ സ്ത്രീകളുണ്ട്, 3-4 സ്ത്രീകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം എല്ലാവരും കൂടെ അവനെ പ്രത്യേക പണികളൊക്കെ തീർത്തിട്ട് പെട്ടെന്ന് അങ്ങ് നിസ്കരിച്ചേക്കാം. ഇടയിലുള്ള സ്വലാത്ത് ചൊല്ലണം, അത് മറ്റേത് ചൊല്ലണം, അതൊക്കെ നല്ലത് തന്നെ. പക്ഷെ അത് കൂടി ചെല്ലുമ്പോഴേക്കും പള്ളിയിൽ നിന്ന് ഭർത്താക്കന്മാരെത്തും. അപ്പൊ തറാവീഹ് പൂർത്തിയാവൂല. നിങ്ങൾ ഇടയിലുള്ള സ്വലാത്ത് അങ്ങ് ഒഴിവാക്കിയേക്ക്. തറാവീഹിന്റെ ഇടയിൽ സ്വലാത്ത് നല്ലതാണ്, സുന്നത്ത് തന്നെയാണ്. മിസ്ബാഹുൽ അനാമിൽ കാണാം സുന്നത്താണെന്ന്. ഇമാം മുത്തവല്ലി തങ്ങൾ പറയുന്നു സുന്നത്താണെന്ന്. ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു സുന്നത്താണെന്ന്. തറാവീഹിന്റെ ഇടയിൽ സ്വലാത്തൊക്കെ ഉണ്ട്. പക്ഷേ ആ സ്വലാത്തൊക്കെ ചൊല്ലുമ്പോഴേക്കും തറാവീഹ് നഷ്ടപ്പെടുന്നു കണ്ടാൽ ഉമ്മമാരെ പെട്ടെന്ന് നിസ്കരിച്ച് തീർത്തേക്ക്. തറാവീഹ് നിസ്കരിക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, തറാവീഹ് നിസ്കാരത്തിന് തുടരെ നിസ്കരിക്കാൻ ഒന്നായിട്ട് നിയ്യത്ത് വെക്കാൻ പറ്റൂല. മറ്റേത് സുന്നത്തും ഒന്നായിട്ട് നിയ്യത്ത് വെക്കാം. ഇപ്പൊ ദുഹൂറിന്റെ സുന്നത്താണെങ്കിൽ ദുഹൂറിന്റെ സുന്നത്ത് നിസ്കാരം, ദുഹൂറിന്റെ മുമ്പുള്ള 4 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു, നിയ്യത്ത് വെക്കാം. ദുഹാ 12 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു, നിയ്യത്ത് വെക്കാം. വിത്ർ 11 ഞാൻ നിസ്കരിക്കുന്നു, ഒന്നായിട്ട് ഒരു നിയ്യത്ത് വെച്ചിട്ട് ഒന്നായിട്ട് അങ്ങ് നിസ്കരിച്ച് ലാസ്റ്റ് ഒരു അത്തഹിയ്യാത്ത് ഓതി സലാം കിട്ടിയത് ഒരു പ്രശ്നവുമില്ല. പക്ഷെ ചിലപ്പോഴൊക്കെ കറാഹത്താവും. നിസ്കാരത്തിന് യാതൊരു തകരാറുമില്ല. എന്നാൽ തറാവീഹ് 20 ഒരു നിയ്യത്ത് പോരാ. 2-2-2-2 നിയ്യത്ത് വെക്കുകയും അത്തഹിയ്യാത്ത് ഓതുകയും സലാം വീട്ടുകയും ചെയ്യണം. അങ്ങനെയല്ലെങ്കിൽ തറാവീഹ് സ്വഹിയാവുകയില്ല.
നമുക്ക് തീരെ വയ്യ, ഒരിക്കലും തന്നെ തറാവി കിട്ടൂല എന്ന് കണ്ട ഒരു 2 റക്അത്തെങ്കിലും നിസ്കരിക്കുക. തറാവീഹ് 20 ആണെങ്കിലും തറാവീഹിൽ നിന്നും 2 റക്അത്ത് നിസ്കരിച്ചാൽ ചെറിയൊരു ഫദ്ല് കിട്ടും. തറാവീഹ് ഒരിക്കലും 2 അല്ല, 20 ആണെന്ന് വിശ്വസിച്ചിട്ട് അതിൽ നിന്നും 2 റക്അത്ത് നിസ്കരിച്ചാൽ ചെറിയ നിലക്കെങ്കിലും തറാവീഹായി. അല്ലെങ്കിൽ 4, അല്ലെങ്കിൽ 6, അല്ലെങ്കിൽ 8, അങ്ങനെ, അല്ലെങ്കിൽ 10, അല്ലെങ്കിൽ 12, അങ്ങനെ കഴിയുന്ന അത്രയെങ്കിലും നിസ്കരിക്കാൻ നോക്കുക. രോഗമുള്ളന്ന് നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലേ, ഇരുന്ന് നിസ്കരിക്കുക. ഫർളൊന്നും അല്ലല്ലോ. പിന്നെ തറാവീഹിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു സുന്നത്താണ്, തറാവീഹ് നിസ്കാരത്തിൽ അത്തഹിയ്യാത്തിലിരിക്കുമ്പോൾ നാടന്മാരായ ആളുകൾ അധിക പേരും ആദ്യത്തെ അത്തഹിയ്യാത്തിലിരിക്കണമായിരിക്കും. അങ്ങനെയൊക്കെ ഇപ്പൊ നമുക്ക് പറയാം. ആദ്യത്തെ അത്തഹിയ്യാത്ത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. ആദ്യത്തെ അത്തഹിയ്യാത്ത് ഇരിക്കണ മാതിരി ഒരു കാല് പരത്തി വെച്ച് മറ്റേ കാല് നാട്ടി വെച്ച് അതിമയിരിക്കുന്ന ഒരു സ്വഭാവം, അങ്ങനെയാണ് അധിക പേരും ഇരിക്കാറുള്ളത്. നിർബന്ധമാണെങ്കിലും കാലിന് വേദന ഉണ്ടെങ്കിലും മുട്ടുവേദന ഉണ്ടെങ്കിലൊക്കെ അങ്ങനെ ഇരുന്നോ, അതല്ല ഞാൻ പറയുന്നത്. എന്നാൽ ഒരു സുന്നത്ത് നമ്മൾ മറക്കരുത്. അവസാനത്തെ അത്തഹിയ്യാത്തിലിരിക്കുന്ന അതേ ശൈലിയാണ് എല്ലാ 2 റക്അത്തിൽ ഇരിക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കണം. സലാം വീട്ടിന് മുമ്പുള്ള അത്തഹിയ്യാത്ത് ഏതുണ്ടോ അതിന് മുഴുവനും ഇരിക്കേണ്ടത് നാം അവസാനത്തെ അത്തഹിയ്യാത്തിൽ ഇരിക്കുന്ന രൂപത്തിൽ, അഥവാ അവസാനത്തെ അത്തഹിയ്യാത്തിന് ഒരു കാല് വലത്തെ കാല് നാട്ടിവെച്ച് ഇടത്തെ കാല് ഉള്ളിലൂടെ പുറപ്പെടുവിക്കുന്ന ഇരുത്തമാണ് ഇരിക്കേണ്ടത്. പലരും സ്വലാത്തുള്ള റക്അത്തുകളിൽ അങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ 20ാമത്തെ റക്അത്തിൽ അങ്ങനെ ഇരിക്കും. ഒന്നാമത്തത് വേഗം എഴുന്നേക്കാൻ വേണ്ടി ചില ഇമാമികളെ അങ്ങനെ ഇരിക്കും. ഈ സുന്നത്ത് വളരെ നിരന്തരമായി 10 സ്ഥലങ്ങളിൽ ഈ സുന്നത്ത് നഷ്ടപ്പെടും. കാരണം 10 അത്തഹിയ്യാത്തുണ്ടല്ലോ, ഈ 10 സുന്നത്ത് റമദാൻ ശരീഫിന്റെ തറാവീഹ് നമുക്ക് നഷ്ടപ്പെടുമ്പോൾ അത് ശ്രദ്ധിക്കണം. ചില ഇമാമികൾ തന്നെ ശ്രദ്ധിക്കുന്നില്ല, വേഗം എഴുന്നേൽക്കണം എന്നുള്ള നിലക്കാം. അങ്ങനെയല്ല, നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് സ്വീകരിക്കപ്പെടണം. പിന്നെ ഒരു ഭയങ്കര അലന്തര കൈപ്പുണ്ട്. എന്താണ് ഇത്ര സ്പീഡിൽ ദുനിയാവില് സാധനം ഉണ്ടാവില്ല, ഈ രൂപത്തിലുള്ള അലന്തര കൈപ്പ. ചില മൗമൂമികളാണെങ്കിലോ ആ അലന്തര കൈപ്പിനെ മാത്രം ഇഷ്ടപ്പെടുന്നുള്ളൂ. ഇമാം ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടോ അപ്പോത്തിന് പോയി വന്ന് അലന്തര കൈപ്പ് ഈ ശൈലിയിലുള്ള നിസ്കാരം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ കർക്കശമായി എതിർക്കുന്നതായി ആനത്ത് ത്വാലിബിൽ കാണാം. അങ്ങനെയൊന്നും നമ്മൾ നിസ്കരിക്കരുത്. റമദാൻ ശരീഫിൽ സുബഹിയോട് അടുക്കുന്ന ടൈം വരെ അതാ കാലുവേദനായിട്ട് വടിയും കുത്തി നിസ്കരിക്കുന്നവരായിരുന്നു സ്വഹാബിമാരെന്ന ഹദീസിലുണ്ടെങ്കിൽ സഹോദരന്മാരെ, അവരൊക്കെ അങ്ങനെ ചെയ്തെങ്കിൽ ഒരു അനന്തര കൈപ്പ തെജീദ് നിയമപ്രകാരം ഓതിക്കൂടെ? അപ്പോഴേക്കും നിങ്ങൾക്ക് ടൈം വൈകിയാൽ എങ്ങനെ? ചില ആളുകൾ സെൻട്രൽ നിസ്കാരം വേഗം ചെയ്തു അൽഹംദുലില്ലാഹ് പോകും. ജുമാഅത്തലിക്കത്തെ നിസ്കാരം മൂലര് ആകത്തില പോകുന്നത് അവിടെ പോണ്ട. ഈ ചിന്തൊക്കെ നമ്മൾ മാറ്റണം. എവിടെ നല്ല മട്ടത്തിൽ കയറിക്കണത് അവിടേക്ക് പോകണം. നമ്മൾ ജുമാഅത്ത് സെൻട്രൽ അങ്ങനെ ഇല്ലേ, എന്നാൽ ജുമാഅത്തിലേക്ക് പോകും. അങ്ങനെ അവിടെയെങ്കിലും അങ്ങനത്തെ ഒരു സെൻട്രൊന്നും നമുക്ക് പറ്റൂല. നമ്മൾ ഒരു മേടൻ രൂപത്തിൽ ഭയങ്കരമായിട്ട് നീട്ടി നന്നായിട്ട് ആൾക്കാർക്ക് കിടന്നറോ, അത് നമുക്ക് പൂതിയുള്ളതാണെങ്കിലും എല്ലാവർക്കും പറ്റൂല. അതൊന്നും നമ്മൾ ചെയ്യരുത്. നമ്മളൊരു മേടൻ രൂപത്തിൽ ഫാത്തിഹയുടെ മട്ടത്തിൽ പിന്നെ അനന്തര കൈഫനെ നമ്മൾ ഓതുള്ളൂ. ഇൻഷാ അല്ലാഹ് ഈ പള്ളിയിൽ അതിനപ്പുറം ഓതിയാൽ ഒരു മെച്ചം തരൂല. നമ്മൾ എത്ര ആൾക്കാരുടെ കാര്യമില്ല, വരൂല. പക്ഷെ അനന്തര കൈഫ ആയിരിക്കണത് ഇത് ഒന്നായിട്ട് അടിച്ച് കാച്ചുകൊണ്ടുള്ള വിശുദ്ധ ഖുർആനല്ലേ ഓതുന്നത്, ഒരു ശ്രദ്ധയില്ലാതെ. ഫാത്തിഹ തന്നെ ഒറ്റ ശ്വാസത്തിലാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. കേൾക്കുന്നില്ല? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അനന്തര കൈഫ ഈ പോക്ക് നമ്മൾ പോകരുത്. ഓരോ ആയത്തിന്റെ ലാസ്റ്റിൽ വഖഫ് ചെയ്യൽ സുന്നത്തുണ്ട്. റമദാനും കൂടെയാണ്. ആ വഖഫ് നഷ്ടപ്പെടുത്തിയിട്ട് എന്തിനാണ് നിസ്കരിക്കുന്നത് സഹോദരന്മാരെ? അതുകൊണ്ട് കഴിവതും വഖഫൊക്കെ ചെയ്തിട്ട് ഒരു മേടൻ രൂപത്തിൽ നിസ്കരിക്കാൻ നോക്കണം നമ്മൾ. ഇനി അങ്ങനെ നിസ്കരിച്ച് നിൽക്കുക ഒരാൾ അക്ഷരമൊന്നും പോകാതെ, തെറ്റൊന്നുമില്ല, പഠിച്ചോളി. ഇനി ഒരാൾ അങ്ങനെ അങ്ങ് നിസ്കരിച്ച് നാല് തെറ്റൊന്നുമില്ല, വേഗം അങ്ങ് നിസ്കരിച്ചാലേ പെട്ടെന്ന് തീരുള്ളൂ. നമുക്ക് ആരൊക്കെ വരാനുണ്ട് അവിടൊക്കെ പോകണ്ട, അങ്ങനെ കണ്ട അങ്ങനെ നിസ്കരിച്ചു. അതിന് എതിരൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല, ഹറാമൊന്നും വരൂല. പക്ഷേ ഫാത്തിഹയുടെ അക്ഷരങ്ങൾ പോകരുത്, സൂക്ഷിക്കണം. ഇത്രയേ ഉള്ളൂ. ഏതായാലും ഈ സുന്നത്തുകൾ ഒരു മേടൻ രൂപത്തിലെങ്കിലും ചെയ്തു തീർക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അതുപോലെ തന്നെ വിത്ർ 11 റക്അത്ത് വിത്റുള്ളത് നമ്മളൊക്കെ 3 റക്അത്താണ് നിസ്കരിക്കല്. ഈ 3 റക്അത്ത് മതിയെങ്കിലും 11 ആക്കാൻ വേണ്ടി ഉമ്മമാരെ, സഹോദരന്മാരെ, ഒഴിവുള്ളവർ, പ്രശ്നമില്ലാത്തവർ, പകലിലൊക്കെ ഭയങ്കര ജോലിയുള്ളവരല്ലാത്ത എത്രയോ ആൾക്കാരുണ്ടല്ലോ വയസ്സ് എന്നവരൊക്കെ, ഇവർ 11 നിസ്കരിക്കണം. വയസ്സന്മാരൊക്കെ 11 നിസ്കരിക്കണം. എവിടുക്കാ വാപ്പാങ്ങൾ പോണത്? പത്തോനെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് വയസ്സ് ചെന്ന ആൾക്കാരൊക്കെ മഗ്‌രിബ് നിസ്കരിച്ചിട്ട് 2 റക്അത്ത് സുന്നത്ത് മണ്ടുകൾ ചായ കുടിച്ചാനേ. ഈ മനുഷ്യ നീ എത്ര ചായ കുടിച്ചു?
വിശുദ്ധ റമദാനിന്റെ മഗ്‌രിബിന്റെ മുമ്പത്തെ സുന്നത്ത് കേട്ടിട്ടില്ല, ശേഷത്തെ സുന്നത്ത് കേട്ടിട്ടില്ല. അവ്വാബ് നിസ്കാരം എന്ന ഒരു വലിയ നിസ്കാരമുണ്ട്. ആ മസാലിയൊക്കെ ഹദീസിന്റെ ഉദ്ധരിച്ചിട്ട് അതിന്റെ ഫളായിൽ പറഞ്ഞേണ്ട ഒരു മനുഷ്യ ജീവിതത്തിൽ ഒഴിവാക്കൂല. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഇശാ നിസ്കരിച്ച് മഗ്‌രിബ് നിസ്കാരത്തിന് ഇശാന്റെ ഇടയിൽ നിസ്കരിക്കുന്ന നിസ്കാരമാണ് അവ്വാബ് നിസ്കാരം. അത് നിസ്കരിച്ചാൽ എന്താ ഫായിദ? അത് 2 റക്അത്താണ് ചുരുങ്ങിയത്. സാധാരണയിൽ ചെയ്യുന്നത് സ്വാലിഹീങ്ങളൊക്കെ ചെയ്തത് 6 റക്അത്താണ്, പൂർണ്ണമായത് 20ആണ്. ഞങ്ങളൊക്കെ 20 നിസ്കരിക്കാൻ പരിശ്രമിക്കുന്നവരാണ്. അത് കഴിഞ്ഞിട്ട് ചായ കുടിച്ചാൽ പോരെ. എന്ത് ചായയാണ്, എന്ന് തുടങ്ങി ഈ ചായയാണ് നിന്നെ നശിപ്പിച്ചത്. അത്തായം തിന്നലും ചായ പകലത്തത് മുഴുവനും തമാവ് കിട്ടുന്നു. രാത്രിയിൽ കേറ്റന്നെ തിന്നെ തമർത്തന്നെ വയസ്സ് എന്നവർക്കാണ് ഇതിന് മുന്നിലുള്ളത്. തിന്നൂല എന്ന് പറഞ്ഞ് ഇതൊക്കെ ഒഴിവാക്കണം. ഇത് വളരെ സൂക്ഷിക്കണം. ഈ ഭക്ഷണം കഴിച്ചതിനൊന്ന് തടയിടാനാണ് അല്ലാഹു തആല റമദാൻ വെച്ചത്. അത് രാത്രിക്കും പകലത്തും കൂടി രാത്രി അടിക്കാത്. പിന്നെ ഈ തടയിടൽ എവിടെ എത്തും സഹോദരന്മാരെ? എന്തൊക്കെയാണ് ഇരുന്ന് തിന്ന് പിന്നെ തറാവിക്കറ്റം വെച്ച പിന്നെ മുണിങ്ങി പാമ്പിന്റെ മായി വഴക്കാണ്. എന്നിട്ടൊക്കെ കൂടി അങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വന്നിട്ട് അങ്ങനെ സുജൂദിക്ക് പോയാൽ കുറെ കണ്ട് കൊട്ടും ചെയ്യും. ചിലര് ഇടക്കിടക്ക് കുളിപ്പിച്ചാൻ പോകണാണ്. കാരണം എന്താ കൊട്ടിട്ട് ഈ രൂപത്തിൽ നമ്മൾ റമദാനിനെ മോശമാക്കരുത്. ഭക്ഷണം കഴിച്ചോ തറാവിയൊക്കെ അത് കഴിയട്ടെ, എന്നിട്ട് പോയിട്ട് നല്ലത് കഴിയും. ഏതായാലും അവിടെ കിടക്കാനുള്ളതല്ലേ. അപ്പൊ അവിടെ കൊണ്ടുവെക്കാൻ പോണ നേരത്ത് അങ്ങനെ ചെയ്തു. ഉദിച്ച പകലിൽ മുഴുവനും 2 പെരുന്നാളിന്റെയും അയ്യാമു തശ്രീഖിന്റെയും ദിവസമല്ലാത്ത ദിവസങ്ങളിൽ മുഴുവനും നോമ്പതും കൂടിത്തെ റമദാനിലെ 30 നോമ്പല്ല. നമ്മുടെ നാട്ടിൽ കുറെ വയസ്സന്മാരും വയസ്സത്തിമാരും കഴിഞ്ഞു പോയി 96 നോമ്പ് നോക്കുന്ന ഉമ്മമാർ, അവരൊക്കെ പകര പള്ളിപ്പറമ്പിലെത്തി. ഇന്ന് നമ്മുടെ വീടുകളിലുള്ള സ്ത്രീകൾക്ക് സുന്നത്ത് നോമ്പ് അറിയില്ല. റജബ് മുഴുവനും നോറ്റു, അതാ ശഅബാൻ മുഴുവനും നോറ്റു, റമദാനും നോറ്റു. 6 നോമ്പ് നോറ്റിട്ട് 96 നോമ്പ് നോറ്റിരുന്നു ഉമ്മമാരെത്രയായിരുന്നു നമ്മുടെ നാട്ടിൽ. അല്ലാഹുവിന്റെ ബറക്കത്തിന്റെ ആളുകളായിരുന്നു അവരൊക്കെ. എന്നാ റമദാന് പോലും ആദരിക്കാൻ എന്നുള്ള ചെറുപ്പക്കാര് സ്ത്രീകൾക്ക് കഴിയുന്നില്ല. ഉദിപകലിലൊക്കെയും നോമ്പതും കൂടിത്തെ ഉറങ്ങിടാതെ രാവിൽ നിന്ന് തൊഴുതിടും സാദത്തെ. ഉറങ്ങാതെ രാത്രിയിൽ നിന്ന് നിസ്കരിക്കുകയാണ് നഫീസത്തുൽ മിസ്രിയ, റാബിയത്തുൽ അദവിയ, മൈമൂനത്തുൽ മിസ്രിയ, അതുപോലുള്ള മഹദിമാർ. 1 അല്ല 2 അല്ല ആയിരക്കണക്കിന് മഹദിമാരെ കഴിഞ്ഞു പോയി. സഹോദരിമാരെ, അവരോട് കൂടെ ആഖിറത്തിൽ ഒരുമിച്ച് കൂടുന്നൊരു ദിവസമുണ്ട്. അവരൊക്കെ മുഖത്തേക്ക് നിങ്ങൾക്ക് നോക്കണ്ടേ? അവർ സ്വർഗത്തിൽ കടക്കുന്നതിന് പിന്നിലെങ്കിലും കടക്കണ്ടേ? അവരൊക്കെ ആരാണ്? ബഹുമതി മഹദിയായ നഫീസ സുന്നത്ത് നോമ്പ് നോറ്റുകൊണ്ട് കിടക്കുകയാണ്. രോഗശയ്യയിലാണ്, വലിയ രോഗമാണ്. പണ്ഡിതയായ നഫീസ, എത്ര അലിമീങ്ങളാണ് നഫീസാന്റെ കയ്യിൽ നിന്ന് ഹദീസ് പഠിച്ചത്. മുഖം നോക്കിക്കൊണ്ടല്ല, കർട്ടനിട്ട് ഉള്ളിലിരുന്നു കൊണ്ട് നഫീസ ബീവിയുടെ കയ്യിൽ നിന്ന് ഹദീസ് പഠിച്ച എത്ര മഹാന്മാർ. മതിവരാജ്ഞാനം പലതും ന്യായമാൽ പാടിത്തേ മാനിയായ ബാക്കിയോനിൽ പ്രിയമാലാടുത്തേ. തെളിവ് പഠിച്ചുകൊണ്ട് തെളിവോടുകൂടെ മസാലകൾ മുഴുവനും പഠിച്ച നഫീസ. ഭർത്താവുണ്ട്, മക്കളുണ്ട്, അവരെ പോറ്റുന്നുണ്ട്, അവർക്ക് വേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്. അതോടുകൂടെ അല്ലാഹുവിനെ ഭയപ്പെട്ട നഫീസ മരിക്കാൻ കിടക്കുന്ന രോഗശൈലിയിൽ കിടക്കുമ്പോൾ പരിശുബിക്ക് മൗത്ത് വന്ന് വൈദ്യന്നൂരത്ത് നോമ്പോ ശിക്കുവാൻ കൽപ്പിത്തേ. മഹദി അവർകൾ അരികിൽ അതാ വൈദ്യരെ കൊണ്ടുവരുന്നു. രോഗമാണ്, വളരെ മൂർജിച്ച രോഗമാണ്. ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയായുടെ അരികിൽ അതാ തന്റെ രോഗത്തിന് വേണ്ടി വൈദ്യരെ കൊണ്ടുവന്ന് വൈദ്യൻ പരിശോധിച്ചിട്ട് പറയുന്നു, നിർബന്ധമായും മരുന്ന് കുടിക്കണം, വെള്ളം കുടിക്കണം, നിർബന്ധമായും നോമ്പ് മുറിക്കണം. നഫീസ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, മതിവരാ ഒരിക്കലും തന്നെ എനിക്ക് നോമ്പ് മുറിക്കാൻ സാധ്യമല്ല. മതിവരാതെ ഞാനുമേ മുറിത്തിടാ സൗമാനേ, കനിന്തവൻ നോമ്പോടുകൂടെ എന്നെ ഇപ്പോൾ താനേ. ഒരിക്കലും തന്നെ എനിക്ക് എന്റെ നോമ്പിനോട് ആഗ്രഹം തീരുന്നില്ല. അല്ലാഹു തആല എന്നെ നോമ്പോടുകൂടെ മരിപ്പിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞവരാണ് നഫീസ.
എന്നും വീണ്ടും കൊണ്ട് അവർ ഓതി അൻആമാനെ മാനിദാ സൂറത്ത് തീരും മുമ്പ് മൗത്തായാനേ എന്നും പറഞ്ഞുകൊണ്ട് അൻആം സൂറത്ത് ഓതുന്നു നഫീസ. രോഗശൈലിയിൽ കിടക്കുന്ന നഫീസ വിശുദ്ധ ഖുർആൻ കാണാതെ അറിയുന്ന പെണ്ണാണ്. ഉമ്മമാരെ ഒരു ആയത്തിൽ കുർസി ശരിക്കും ഓതാൻ കിട്ടാതെ നമ്മളെ പറ്റി ഒന്ന് ചിന്തിക്കുക. വിശുദ്ധ ഖുർആൻ കാണാതെ പഠിച്ച മഹദിയായ നഫീസ ആ രോഗശൈലിയിൽ തന്റെ ഭർത്താവും മക്കളും മുഖത്തേക്ക് നോക്കി നിൽക്കുന്നു. ആ ടൈമിൽ അതാ അൻആം സൂറത്ത് തുടങ്ങുകയാണ്. അൻആം ഓതി 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 മാനിദാ സൂറത്ത് തീരും, ആ മഹത്തായ സൂറത്ത് തീരും മുമ്പ് മൗത്തായാനേ. ബഹുമാനപ്പെട്ട ഇമാം സബ്ബാൻ അവിടുന്ന് ഇസ്ഹാഖുർ റാഗിബീൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ബഹുമാനപ്പെട്ട നഫീസ മരിക്കുന്നത് അൻആം സൂറത്തിൽ ഏത് ഭാഗത്താണ് നഫീസ മരിച്ചത്? നഫീസ ബിയുടെ ഖബർ സിയാറത്ത് ചെയ്തവനാണ് ഞാൻ, അൽഹംദുലില്ലാഹ്. ഇപ്പോഴും അവിടെ ചെന്നാൽ കാണാം നഫീസ മരിച്ച ആയത്ത് ഇങ്ങനെ മറച്ചു വെച്ചിരിക്കുന്നു ഖബറിന്റെ മുകളിൽ. ഈജിപ്തിൽ വലിയ ആദരിക്കപ്പെടുന്ന മഖബറയാണ് നഫീസയുടെ മഖബറ. ഇന്നും അവിടെ നടക്കുന്ന ഒരു ആചാരമാണ്. ആ നാടിൽ അഥവാ പകരയാണ് നഫീസ കിടക്കുന്നതെങ്കിൽ തിരൂര് അല്ലെങ്കിൽ അതിന്റെ അപ്പുറമുള്ള നാടുകളിൽ, ചുറ്റുപാടുള്ള നാടുകളിൽ നിന്ന് മുഴുവനും ഒരു മുസ്ലിം മരിച്ചാൽ ആ മയ്യത്തിനെ അതാ നഫീസയുടെ ഖബറരിയിൽ കൊണ്ടുവരുന്നു. എന്നിട്ട് ആ ഖബറരിയിൽ വെച്ചിട്ട് അതാ നിസ്കാര ശേഷം മയ്യത്ത് നിസ്കാരം നഫീസയുടെ ബറക്കത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ട് നിസ്കരിച്ചിട്ടാണ് മയ്യത്ത് തിരിച്ചു കൊണ്ടുപോകുന്നത്. ഞങ്ങൾ ചെന്നപ്പോൾ ഒരു മയ്യത്തുമില്ല. ഞങ്ങൾ മഖാമിന്റെ ഉള്ളിലേക്ക് കയറി. നഫീസത്തുമാർ അവിടെ നിന്ന് ചൊല്ലി തീർത്തു. നഫീസ ബീവിയുടെ ദുആ അവിടെ നിന്ന് ചൊല്ലി തീർത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ദുആ ഖലീൽ തങ്ങൾ പാപ്പാന്റെ നേതൃത്വത്തിൽ ദുആ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു മയ്യത്തുണ്ട്. എൻ്റെ ഓർമ്മ അങ്ങനെയാണ്, ഒരു മയ്യത്തുണ്ട്. പിന്നെ ഞങ്ങൾ ഇറങ്ങുമ്പോൾ മയ്യത്ത് 10ഓളമായിരിക്കുന്നു. അത് നിത്യസംഭവമാണ്. ഞങ്ങളെ കൂട്ടത്തിൽ അതിന്റെ ചിത്രം എടുക്കുന്നവരുണ്ട്. അവർ അവിടെ നിന്ന് ഇത് എടുക്കാൻ പറ്റൂല എന്നാരോ പറഞ്ഞപ്പോ ഞാൻ അവരിൽപ്പെട്ട ഒരാളോട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഇതൊക്കെ നിഷേധിക്കപ്പെടുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ നാട്ടിൽ നിഷേധിക്കപ്പെടുന്നത് കൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഇത് പ്രകടിപ്പിക്കാൻ, ഇത് കാണിക്കാനുമാണ് എടുക്കുന്നതെന്ന് അതിൽപ്പെട്ടൊരു വ്യക്തിയോട് ഞാൻ പറഞ്ഞു. ഇന്നും അവിടെ നടക്കുന്നു. എന്റെ മഹദിയായ നഫീസ ബീവി റളിയല്ലാഹു അൻഹാ, ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹു, അതാ രണ്ടുപേരും വലിയ മഹബ്ബത്തിലായിരുന്നു. ഔലിയാക്കളിൽ പെട്ടവരാണ് അവർ. ശാഫി ഇമാമിന് അസുഖമായാൽ നഫീസ ബീവിന്റെ അരികിലേക്ക് ആളാക്കും. നഫീസ ബീവി ദുആ ചെയ്യും, എന്ത് അസുഖമായാലും മാറിപ്പോകും. ഷാഫി ഇമാമിന്റെ അരികിലേക്ക് നഫീസ ബീവി ആക്കും. അസുഖമായാൽ ഷാഫി ഇമാം ദുആ ചെയ്താൽ ഉടനെ രോഗം മാറും. ഇമാം ഷാഫി തങ്ങളുടെ തലയിൽ ഒരു പണ്ഡിതൻ അടിച്ചു. തല പൊട്ടി ഒരു പണ്ഡിതനാണ് അടിച്ചത്. പണ്ഡിതന്മാർക്ക് ദീനീ പ്രവർത്തന രംഗത്ത് ഉയർന്നു നിൽക്കുന്ന പണ്ഡിതന്മാരോട് ചില പണ്ഡിതന്മാർക്ക് അസൂയ ഉണ്ടാകും. അത് അക്കാലത്തേ ഉണ്ട്. ഇമാമിനെ ഷാഫി തങ്ങളെ തലക്കടിക്കുന്നു. ഈ പണ്ഡിതൻ ഒരാളെ കാശ് കൊടുത്ത് വിട്ടതാണ്. അത് പല കിതാബുകളിലും കാണാം. തല പൊട്ടി ഇമാം ഷാഫി വീഴുന്നു. 54 വയസ്സുള്ള ഇമാമുന ഷാഫി അതാ രോഗശയ്യയിലായി അടുത്ത ദിവസം തന്നെ മരിച്ചു പോകുന്നു. നഫീസ ബീവിന്റെ അരികിലേക്ക് ആളാക്കുന്നു. നഫീസ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, ഞാൻ ഇങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. നഫീസ ദുആ ചെയ്യുന്നില്ല. ലൗഹുൽ മഹ്ഫൂദ് കാണുന്ന നഫീസാക്ക് ഷാഫി ഇമാമിന്റെ ഭക്ഷണം തീർന്നിരിക്കുന്നു, ഷാഫി ഇമാമിന്റെ ആയുസ് തീർന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ നഫീസ അന്നബി ഗുണത്തിലോതും തേട്ടമിൽ പകരത്തെ അഹദവന്റെ ലിഖാ അവർക്ക് ചെയ്തിടട്ടെന്തുത്തേ. സാധാരണയിൽ അന്ന് ഈ ഗുണത്തിനോതും തേട്ടമിൽ ഗുണം വരട്ടെ, ഷാഫി ഇമാമിന്റെ രോഗം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരമായിട്ട് പകരത്തെ അഹദവന്റെ ലിഖാവർക്ക് ചെയ്തിടട്ടെന്തുത്തേ. അല്ലാഹുവിന്റെ ലിഖാ ഷാഫി ഇമാമിന് അല്ലാഹ് കൊടുക്കട്ടെ. ഏറ്റവും വലിയ അനുഗ്രഹം സ്വർഗത്തിൽ നിന്ന് അല്ലാഹുവിന്റെ ലിഖാ ആണ്. അതാണ് ചോദിക്കുന്നത്. അതൊരാൾക്ക് കിട്ടിയാൽ സ്വർഗത്തിലെ മൊത്തം അനുഗ്രഹം അയാൾക്ക് കിട്ടിപ്പോയി. ഇതാണ് മഹദിയായ നഫീസ ദുആ ചെയ്യുന്നത്. ഇത് കേട്ടപ്പോൾ ഇമാമുന ഷാഫി കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് പറയുന്നു, എന്റെ മക്കളെ, ഞാൻ ഈ രോഗത്തിൽ മരിക്കും കേട്ടോ. ഞാൻ ഈ രോഗത്തിൽ മരിച്ചാൽ നിങ്ങൾ എന്നെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിങ്ങളൊക്കെ നിസ്കരിച്ച ശേഷം
നിങ്ങൾ നഫീസയാകുന്ന മഹദിയുടെ അരികിലേക്ക് എന്നെ മയ്യത്ത് കൊണ്ടുപോകണം കേട്ടോ. എന്നിട്ട് എനിക്കൊന്ന് നഫീസയെ കൊണ്ട് നിസ്കരിപ്പിക്കണം. സ്ത്രീകൾക്ക് മയ്യത്ത് നിസ്കാരം പാടില്ല എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ അതാ പുരുഷന്മാർ ഇമാമത്ത് നിൽക്കാതെ സ്ത്രീകൾ ഇമാമത്ത് നിന്നുകൊണ്ട് പുരുഷന്മാരുടെ മുമ്പ് നിസ്കരിച്ചാൽ സ്വഹീഹല്ല. സ്ത്രീകൾക്ക് പ്രത്യേകമായി സുന്നത്തുമില്ല. എന്നാൽ പ്രത്യേകക്കാരായ ബറക്കത്തിന്റെ ആളുകളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കാമെന്ന് അയിമ്മത്ത് പഠിപ്പിക്കുന്നു. അതിൽപ്പെട്ടതാണിത്. സാധാ സ്ത്രീകൾക്ക് അത് സുന്നത്തുള്ളതല്ല. അത് ചെയ്യാൻ സമ്മതവും കൊടുക്കരുത്. അത് മറ്റൊരു കാര്യമാണ്. മഹദിയായ നഫീസത്തുൽ മിസ്രിയായുടെ അരികിലേക്ക് കൊണ്ടുപോകുന്നു. നഫീസത്തുൽ മിസ്രിയായുടെ അരികിൽ കൊണ്ടുപോയി ഷാഫി ഇമാമിന്റെ ജനാസ വെക്കുന്നു. അവിടുത്തെ ശിഷ്യനായ ഇമാം ബുവൈത്തിയാണെന്നാണ് എൻ്റെ ഓർമ്മ. നൂറുൽ അബ്സാറിൽ ഈ ചരിത്രം കാണാം. ഇമാമത്ത് നിൽക്കുന്നു. നഫീസ മൗമൂമായി കൊണ്ട് നിസ്കരിക്കുന്നു. ഇതര സ്ത്രീകളെ കൊണ്ട് ഷാഫി ഇമാമിന്റെ ഭാര്യ വരെ നിസ്കരിച്ചിട്ടില്ല. ആ നാട്ടിലൊരു പെണ്ണിനെ കൊണ്ട് നിസ്കരിക്കാൻ സമ്മതം കൊടുത്തിട്ടില്ല. നഫീസയെ കൊണ്ട് മാത്രം ബറക്കത്തിന് വേണ്ടി ചെയ്യുന്ന സ്ത്രീകളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. ഷാഫി ഇമാമിന്റെ ഭാര്യ നിസ്കരിച്ചതായി ചരിത്രത്തിലില്ല. അക്കാലത്തുള്ള എത്രയോ ശിഷ്യന്മാരുണ്ട് ഇമാം ഷാഫിക്ക്. അവരാരും നിസ്കരിച്ച സംഭവമില്ല. നഫീസത്തുൽ മിസ്രിയെ കൊണ്ട് മാത്രം ബറക്കത്തിന് വേണ്ടി ദുആക്ക് ഉത്തരമുള്ള പെണ്ണെന്ന നിലക്ക് ചെയ്യിപ്പിക്കുന്നു. ആ ഷാഫി ഇമാമിന്റെ വസിയത്ത് ഇന്നും അവിടെ കാണാം. മരിച്ചാൽ നഫീസ ബീവിന്റെ അരികിൽ കൊണ്ടുവരുന്നു. ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് മഹദിയായ നഫീസായുടെ ഖബറുകളിൽ മുസ്ഹഫ് തുറന്നു വെച്ചിട്ടുണ്ട്. എന്നും പോയാൽ കാണാം. സൂറത്തുൽ അനാമിൽ അതാ മാനിദാ സൂറത്ത് തീരും മുമ്പ് മൗത്തായാനേ. ആ മഹത്തായ സൂറത്തിൽ നിന്ന് ലഹും ദാറുസ്സലാം ഇൻദ റബ്ബിഹിം വഹുവ വലിയുഹും ബിമാ കാനൂ യഅമലൂൻ. ലഹും അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് അല്ലാഹു തആല കൊടുക്കുന്നതാണ് ദാറുസ്സലാം. അവർക്ക് രക്ഷ മാത്രമുള്ള വീടാകുന്ന സ്വർഗമുണ്ട്. അതാ വഹുവ വലിയുഹും, അല്ലാഹു അവരെ പൊരുത്തപ്പെട്ട അവരെ കാര്യം ഏറ്റെടുത്തവനാണ്. ബിമാ കാനൂ യഅമലൂൻ, അവരുടെ കർമ്മങ്ങളാണ് അവരെ ഇത്രയും സ്റ്റേജിലേക്ക് എത്തിച്ചതെന്ന് അറിയിക്കുന്ന ആ വലിയ സുബലക്ഷണമുള്ള ആയത്തെത്തിയപ്പോൾ നഫീസ ഈ ലോകത്തോട് വിട പറയുന്നു. അല്ലാഹു അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മളെ നന്നാക്കട്ടെ. ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ഉമ്മമാരെ, നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്? ഒരു വെള്ളം കുടിക്കാൻ പോലും നഫീസ തയ്യാറായി. സഹോദരന്മാരെ, മൂത്തത് യുദ്ധത്തിൽ മഹാനായ സയ്യിദുനാ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു വെട്ടുകൊണ്ട് കിടക്കുന്നു. നമ്മളൊക്കെ പഠിക്കണം. ഇതൊന്നും നമുക്ക് അമല് ചെയ്യാനല്ല ഞാൻ പറയുന്നത്. മറിച്ച് നമ്മളൊക്കെ എവിടെ കിടക്കുന്നു, അവരൊക്കെ എവിടെയാണ്, നമ്മളൊക്കെ എങ്ങോട്ടാണ് നീങ്ങുന്നത്? ആഖിറം എന്ന ലോകത്തിൽ അവരുടെ പിന്നണിയിലെങ്കിലും ചെന്ന് നിൽക്കണ്ടേ. നഫീസത്തുൽ മിസ്രിയുടെ ചരിത്രം ബഹുമാനപ്പെട്ട ജഅഫർ റളിയല്ലാഹു അൻഹു മൂത്തത് യുദ്ധത്തിൽ വിട്ടുകൊണ്ട് രക്തം അങ്ങനെ പമ്പ് ചെയ്തുകൊണ്ട് ചെറിയ ജീവോടുകൂടെ കിടക്കുന്നു. ആ ടൈമിൽ ഒരു സ്വഹാബി വെള്ളപാത്രവുമായി ജഅഫറിന്റെ അരികിലേക്ക് ചെന്നപ്പോൾ പാനിപാത്രം ജഅഫറിന്റെ നേർക്ക് നീട്ടി. അപ്പോൾ പൂമലർ കൈകൊണ്ട് വേണ്ട എന്ന് കാട്ടി. അതാ രക്തം മുഴുവനും ഒഴുകിപ്പോകുന്നു. എത്ര ദാഹമുണ്ടായിരിക്കും ആ ടൈമിൽ. ആ മഹാന്റെ വെള്ളം കൊണ്ട് ചെന്നപ്പോൾ അല്പം വെള്ളം വേണമെന്ന് വിളിച്ചു പറയുന്നു കുറെ ആളുകൾ. എനിക്കല്പം വെള്ളം തരിക. വിളിച്ചു പറയുമ്പോൾ ആ വെള്ളവുമായി ഓടിച്ചെന്ന സഹാബിയുടെ അപ്പുറത്തുനിന്ന് വിളി കേൾക്കുന്നു, എനിക്കല്പം വെള്ളം തരിക. ആ ടൈമിൽ എനിക്ക് വെള്ളം വേണ്ട, അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കൂ എന്ന് വെട്ടുകൊണ്ട് കിടക്കുന്ന സഹാബി പറയുന്നു. ആ വെള്ളവുമായി സഹാബി അവിടത്തേക്ക് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ അപ്പുറത്തുനിന്ന് വിളിക്കുന്നു, എനിക്കല്പം വെള്ളം തരിക. ആ ടൈമിൽ എനിക്ക് വേണ്ട, അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കൂ എന്ന് പറഞ്ഞ് 4ഓളം ആളുകൾ ശബ്ദം കേട്ട് തിരിച്ചു വന്നപ്പോൾ 4 പേർക്കും വെള്ളമില്ല. അവരൊക്കെ പിരിഞ്ഞുപോയി. എന്നാൽ അക്കൂട്ടത്തിൽ അവരുടെ നേതാവ് സയ്യിദുനാ ജഅഫർ റളിയല്ലാഹു അൻഹു എനിക്ക് വെള്ളം വേണ്ട എന്ന് പറഞ്ഞ് കൈ കാണിച്ചപ്പോൾ എന്റെ കാരണം ഞാൻ നോമ്പുകാരനാണ്. സുബ്ഹാനല്ലാഹ്. സഹോദരന്മാരെ, അവരൊക്കെ ആരാണ്? അവരൊക്കെ റബ്ബിന്റെ അടിമകളാണ്. അവർ അല്ലാഹുവിനെ അറിഞ്ഞവരാണ്, റബ്ബിനെ ഭയപ്പെട്ടവരാണ്. അല്ലാഹു അവരെ ബറക്കത്തോട് നമ്മളെ നന്നാക്കട്ടെ. ഒരു നോമ്പ് തുറക്കുന്ന ടൈം വരെ നിൽക്കുമ്പോഴേക്കും ദാഹിച്ചു പോയി. പിന്നെ വെപ്രാളമായി, ജമാഅത്ത് മറന്ന്, പിന്നെ സുന്നത്തുകാരൻ മറന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ട ചണ്ടിച്ചവറുകളായ നമ്മൾ ഓർക്കണം അവരെയൊക്കെ. നമുക്കും ആഖിറമുണ്ട്, അവരെ കൂടെ വരാനുള്ളവരാണ്. നമുക്കും സ്വർഗത്തിൽ കിടക്കണം. അവരെ സ്റ്റേജിലേക്കൊന്നും നമ്മൾ എത്തൂല, എങ്കിലും സ്വർഗത്തിൽ കിടക്കണം. അല്ലാഹു അവരൊക്കെ മഹബ്ബത്ത് കൊണ്ട് നമ്മൾ നന്നാക്കുവാനാകട്ടെ.
ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് തറാവീഹ് പോലുള്ള സുന്നത്തുകൾ വളരെ ഗൗരവമായി നാം കണക്കിലെടുക്കണം. മറ്റു സുന്നത്തുകളും സ്വഭാവങ്ങൾ പറയുന്നു തറാവീഹ് മാത്രമല്ല, മൻ തഖറബ ഫീഹി ബിഖസ്ലത്തിൻ മിനൽ ഖൈർ കാന കമൻ അദ്ദാ ഫരീദതൻ ഫീമാ സിവാ. ഒരാൾ ഇതിൽ ഒരു സുന്നത്ത് ചെയ്താൽ മറ്റുള്ള മാസങ്ങളിൽ ഒരു ഫർള് ചെയ്ത കൂലിയാണ്. ഒരു സുന്നത്തിൽ ഒരു ഫർളിക്ക് 70 സുന്നത്തിന്റെ കൂലിയാണ്. ഒരു ഫർളിക്ക് 70 സുന്നത്തിന്റെ കൂലിയാണ്. എന്നാൽ റമദാനിലെ സുന്നത്ത് അങ്ങനെയല്ല. റമദാനിലെ ഒരു സുന്നത്തിന് ഒരു ഫർളിന്റെ കൂലി അല്ലാഹു തആല കൊടുക്കും. അപ്പോൾ 70 സുന്നത്തിന്റെ കൂലി കിട്ടും. എന്നാൽ ഒരു ഫർള് ചെയ്താൽ, നിസ്കാരം മാത്രമല്ല ഫർളായ ഒരു അമൽ ചെയ്താൽ, കാന കമനദ്ദാ 70 ഫരീള, 70 ഫർള് നിസ്കരിച്ച സ്ഥാനത്താണ്. ഒരു ളുഹ്ർ നിസ്കരിച്ചാൽ 70 ളുഹ്ർ നിസ്കരിച്ച സ്ഥാനം നമ്മൾ മനസ്സിലാക്കണം. ഒരു ഇശാ നിസ്കരിച്ചാൽ 70 ഇശാ നിസ്കരിച്ച സ്ഥാനം. പക്ഷേ ലൈലത്തുൽ ഖദ്ർ ആണെങ്കിലോ 70 മാസങ്ങളെ കൊണ്ട് ഇരട്ടിക്കുകയും ചെയ്യും. എത്ര വാരിക്കൂട്ടാൻ പറ്റിയ മാസം. പക്ഷേ റമദാനിലും നമ്മൾ അങ്ങാടിയിലാണ്. നമുക്കെന്ത്, നമുക്കൊരു ബോധവുമില്ല. നമ്മളെ അവസ്ഥ വളരെ മോശം സഹോദരന്മാരെ. നഹാറുക ബത്താലുൻ വലൈലുക നായിമു വൈശുക യാ മിസ്കീനു ഐശുൽ ബഹായിമി. നഹാറുക ബത്താൽ, നിന്റെ പകലിൽ നിനക്ക് നന്മയില്ല, നീ അങ്ങാടിത്തണ്ടിയാണ്, നീ ഉറങ്ങിക്കളഞ്ഞവനാണ്, നീ ഗീബത്തും നമീമത്തുമായി നടക്കുന്നവനാണ്, പകലിൽ നിനക്ക് നന്മയില്ല. വലൈലുക നായിമു, നിന്റെ രാത്രിയാണെങ്കിലോ നിനക്കെന്തെങ്കിലും കഴിച്ചുറങ്ങണമെന്ന മനസ്സാണ്. വൈശുക യാ മിസ്കീനു ഐശുൽ ബഹായിമി. ഇങ്ങനെയല്ലേ നിന്റെ വീട്ടിലുള്ള ആട്, നിന്റെ വീട്ടിലുള്ള എരുമ, നിന്റെ വീട്ടിലുള്ള പോത്തല്ലേ ഇതേ ജീവിതമുള്ളത്? അവനും നീയും തമ്മിൽ എന്തൊരു വ്യത്യാസമാണ്. നമ്മൾ കുറച്ച് നന്നാവണം. കുറച്ചൊക്കെ നമുക്ക് ഇബാദത്ത് വേണം. ഒക്കെ മൊയ്ലിയമാർക്കുള്ളതല്ല, അതൊക്കെ മൊയ്ലിയമാർക്കുള്ളത്. അത് പറയരുത്. മൊയ്ലിയമാരന്നെ എന്നെ പോലത്തെ കമ്പനി കാര്യമായി ഇബാദത്തില്ലാത്തവരാണ്. എന്നാലോ ഉള്ളതനുസരിച്ച് ചെയ്യുന്ന ഒരു പ്രകൃതി. മൊയ്ലിയമാര് പലരും ഇപ്പൊ പറയണ്ട, ഞാൻ പലരും കടക്കുന്നില്ല. പിന്നെ ഇവരാക്ഷേപിച്ച് പറയും. ഒരു കുറച്ച് ഇൽമുണ്ടെങ്കിൽ ആ ഇൽമിനനുസരിച്ചെങ്കിൽ കുറച്ചൊക്കെ അമൽ ചെയ്യണം. പൊതുജനങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ആലിമീങ്ങൾ ഇൽമിന്റെ കാര്യം ചെയ്യേണ്ടത്. അതുമില്ലാത്തൊരു വിഭാഗം ആളുകളായി മാറിപ്പോയി. അറിവുള്ളവർ ഒരു കാര്യം പറഞ്ഞാൽ അതിപ്പോ അങ്ങനെ ഉണ്ടോ, അതിങ്ങനെ ഉണ്ടോ, ഇങ്ങനെ പൊതുജനങ്ങളെ സംശയാക്കുക. എന്നിട്ട് ദീനന്റെ തകർത്ത് കളയുന്ന ഒരു സ്വഭാവത്തിൽ കുറെ ആലിമീങ്ങൾ ഇൽമിന്റെ അങ്ങനെ ആയിപ്പോയി. അല്ലാഹു തആല എല്ലാവരും നന്നാകട്ടെ. നമ്മൾ നന്നായി എന്നല്ല നമ്മൾ പറയുന്നത്. കഴിവതും നമ്മൾ പഠിച്ചതിന് നല്ലൊരു ഭാഗം നമ്മൾ അമൽ ചെയ്യാൻ വേണ്ടി നോക്കണം. ഒരു കുറ്റബോധം നമുക്ക് വേണം. ഈ ഒരു അവസ്ഥയില്ലെങ്കിൽ ഈ ദീനിന്റെ അടിത്തറ തന്നെ നഷ്ടപ്പെട്ടു പോകും. സഹോദരന്മാരെ, തുടരാൻ പറ്റിയ, അയാൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാനും ചെയ്യട്ടെ എന്ന് പറയാൻ പറ്റിയ ആലിമീങ്ങൾ വളരെ കുറഞ്ഞു പോയി. എനിക്ക് പറയാനുള്ളത്, നമ്മളൊക്കെ ഇബാദത്ത് എടുക്കണം. മൊയ്ലിമാർക്ക് മാത്രമുള്ളതല്ല സ്വർഗം, ബീവിമാർക്ക് മാത്രമുള്ളതല്ല സ്വർഗം. നരകം ഈ രണ്ടു കൂട്ടർക്കും, ഒരു കൂട്ടർക്ക് മാത്രം നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പോരാ, എല്ലാവർക്കും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, എല്ലാവർക്കും സ്വർഗത്തിൽ കിടക്കണം. അല്ലാഹു റസൂൽ പറയുന്നു, ഒരു ഫർള് ചെയ്താൽ 70 ഫർളിന്റെ കൂലി, ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫർളിന്റെ കൂലി. ഇത്ര കൂലിയുള്ള ഒരു മാസം മറ്റൊന്നുണ്ടോ സഹോദരന്മാരെ? ക്ഷമയുടെ മാസമാണ് റമദാൻ. ക്ഷമ വേണല്ലോ. എന്തൊക്കെ ക്ഷമ വേണം? കണ്ണ് സൂക്ഷിക്കണം. ഏത്? പെണ്ണുങ്ങളെ നോക്കലോ, അത് ഹറാമാണ്. അത് ഏതായാലും സൂക്ഷിക്കണം. ചിത്രങ്ങളിലേക്ക്, പൂക്കളിലേക്ക് റമദാൻ ശരീഫിന്റെ പകലിൽ നോക്കാൻ പാടില്ല. ഹറാമൊന്നുമില്ല, ഗുണമില്ല. പൂവൊക്കെ ഇല്ലേ, ചൊറുക്കുള്ള പൂവ്, അയക്ക് നോക്കരുത്. അത്ര തേക്കുക, അത് പാടില്ല, കറാഹത്താണ്. നല്ല നല്ല മിനുസമുള്ള സാധനം തൊടുക, ഇരിക്കുക, അത് ഗുണമില്ല റമദാൻ ശരീഫിന്റെ പകലിൽ. ഇതൊക്കെ ക്ഷമിക്കട്ടെ. നല്ല സോഫ സെറ്റൊക്കെ ഉണ്ടാവും, അതിനൊക്കെ ഇരിക്കുന്നത് തന്നെ സൂക്ഷിക്കണം എന്നാണ് അയ്മത്ത് പറയുന്നത്. അപ്പൊ അതൊക്കെ സൂക്ഷിക്കാൻ കുറച്ച് പണി തന്നെയാണ്. അതുപോലെ തന്നെ നാവ് സൂക്ഷിക്കണം, കണ്ണ് സൂക്ഷിക്കണം, കാത് സൂക്ഷിക്കണം, മുഴുവനും സൂക്ഷിക്കണം. നല്ല ദഫ് ഗാനങ്ങൾ നമ്മളെ വീട്ടിലുണ്ടാവും. സാധനം പറ്റും. മുത്തുനബിയെ സംബന്ധിച്ചൊക്കെ അതൊന്നും റമദാനിന്റെ പകലിൽ ഒരിക്കലും ഇതിനെ ഓൺ ചെയ്യരുത്, കറാഹത്താണ്. അങ്ങനെയുള്ള ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കേൾക്കുന്നത് കറാഹത്താണ്. പകലിൽ, രാത്രി എന്തുമാവാം. ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കണം. അപ്പൊ ക്ഷമയുടെ മാസമാണ്, അതും സൂക്ഷിക്കണം, ഇതും സൂക്ഷിക്കണം. ഇങ്ങനെ നോമ്പ് മാറ്റാലേ നമ്മുടെ നോമ്പ് കറക്റ്റ് ആവുകയുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസിൽ കാണാം,
എത്രയോ നോമ്പുകാർ അവൻ കുറെ വിശപ്പുകൾ സഹിച്ചു, കുറെ ദാഹം സഹിച്ചു എന്നല്ലാതെ അവർക്ക് നോമ്പിൽ നിന്നും കിട്ടാനില്ല. അല്ലാഹു അക്കൂട്ടത്തിൽ നമ്മൾ പെടുത്താതിരിക്കട്ടെ. നമ്മളൊക്കെ ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ട് ഈ ഇരുത്തിയിരിക്കുന്നത്, നമ്മുടെ നാട്ടിൽ വെള്ളം ഒഴിവാക്കിക്കൊണ്ട് ഈ നോമ്പ് നോച്ച് നടക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ആഖിറത്തിൽ ഫലം വേണം സഹോദരന്മാരെ. എല്ലാ കുറ്റങ്ങളും ചെയ്ത് അതും കേട്ട് ഇതും കേട്ട് അധിക ആളുകളുടെയും മൊബൈലുകളിൽ എന്തൊക്കെയോ ഈണങ്ങളാണ്, മിസ്മാറുകളാണ്, രാഗസ്വരങ്ങളാണ്. റിംഗ് ടൂണായി ഉപയോഗിക്കുന്ന എത്രയോ ആളുകളുടെ ഈ ടൂണ് സുബ്ഹാനല്ലാഹ് അധികവും ഹറാമാണ്. പകരപ്പള്ളിയിൽ പോയാലും കാണും, നമ്മുടെ സെന്ററിൽ വന്നാലും കാണും, ഏത് AP വീക്കിലും മുഴുവനും കാണും. ഒരു പരിചയ ചെറിയ മോനിയമാരെ കഴിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു ശബ്ദം, സുബ്ഹാനല്ലാഹ് തെറ്റാണത്. ഒരിക്കലും രാഗസ്വരത്തിലുള്ള ശബ്ദങ്ങൾ, പാട്ട്, അതുപോലത്തെ ബെയ്ത്തൊക്കെ ഉണ്ടല്ലോ, അത് രാഗത്തിലൂടെ ആവാം. വിശുദ്ധ ഖുർആൻ രാഗത്തിലൂടെ ആവാം എന്നല്ല, രാഗം സുന്നത്താണ്, അതൊക്കെ നല്ലതാണ്. പാട്ടും ബെയ്ത്തിലൊക്കെ രാഗങ്ങൾ നല്ല ചൂട്. പക്ഷെ അതിന് വെറും ശബ്ദങ്ങൾ മാത്രമാക്കുക, അക്ഷരങ്ങളൊന്നുമില്ല, ആ ട്യൂണ് മാത്രം, അത് കേൾക്കൽ ഹറാമാണ്, അത് ഉണ്ടാക്കൽ ഹറാമാണ്, അത് സെറ്റ് ചെയ്യൽ ഹറാമാണ്. അത് ഏത് നിരക്ക് ഒരു ഫോണിന് അതല്ലാതെ എന്തെല്ലാം സൗകര്യമുണ്ട്. ഒരു ഫോണ് വരുന്നെന്ന് അറിയിക്കാൻ ആ സൗകര്യം തന്നെ വെക്കണമെന്നുണ്ടോ? ഇഷ്ടംപോലെ സംവിധാനങ്ങൾ അതിലുണ്ട്. കേൾക്കാൻ രസത്തിന് വേണ്ടി ഹറാമെന്ന ബോധമില്ല. ഇതാണ് കൊണ്ട് നടക്കുന്നത്. വിശുദ്ധ റമദാനിൽ എന്റെ സഹോദരന്മാരെ നിർബന്ധമായി നമ്മൾ ഒഴിവാക്കണം, അല്ലാത്ത മാസത്തിൽ ഒഴിവാക്കണം. മദാമീറുകൾ ഹറാമാണ്. എല്ലാവരും മൊബൈലിന്റെ അവസ്ഥ അതാണ്. ഇന്നിപ്പോ പള്ളികളിൽ ചെന്നാൽ ദിക്റിന്റെ കൂടെ മൊബൈൽ ഫോൺ ഓഫാക്കുക എന്ന് ഏതാണ്ട് ഒരു സ്ഥലമില്ല. ഒരു പ്രത്യേക സുന്നത്താണ് മൊബൈൽ ഫോൺ. ഞാൻ പുറത്തുകൊണ്ട് ഒരു പള്ളിയോട് പാലിക്കേണ്ട അതവുകൾ സുന്നത്തുകൾ എഴുതിയിരിക്കും. എന്നിട്ട് ആ സുന്നത്തിൽ അടിയിൽ മൊബൈൽ ഫോൺ ഓഫാക്കുക. അപ്പൊ പള്ളിയോട് പാലിക്കേണ്ട സുന്നത്തുകളിൽ മൊബൈൽ ഫോൺ ഓഫാക്കുക എന്നൊരു സുന്നത്ത് എഴുതേണ്ടി വന്നിരിക്കുന്നു. ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പോയി നമ്മുടെ ഈ കാലം. മൊബൈലിനെ പറ്റി മാത്രം ഒരാൾ പറയണം. എനിക്ക് അതിന്റെ പ്രയോഗങ്ങളൊന്നും അറിയില്ലെങ്കിൽ അതിന്റെ പുസ്തകങ്ങൾ എനിക്കറിയാം, പറയണം. പക്ഷെ അതൊക്കെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ സൂക്ഷിക്കണം. റമദാൻ ശരീഫിലെങ്കിലും സൂക്ഷിക്കുക. തമ്മ തമ്മിൽ ഞാൻ നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് നാളെ നമുക്കുണ്ടല്ലോ ചോദ്യോത്തരങ്ങളും മസ്അലകളൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രം, റമദാനിന്റെ ഫളായിലുകളും മറ്റൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പോകുന്നത്. നാളെ ഇൻഷാ അല്ലാഹ് മസ്അലകളും ചോദ്യോത്തരങ്ങളുമായി ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പ്രസംഗിക്കാം. ഞാൻ അല്പം കൂടി അല്ലാഹു റസൂൽ പറഞ്ഞ ഹദീസ് പൂർത്തിയാക്കട്ടെ. തമ്മ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒത്താശ ചെയ്യുന്ന, നന്മ ചെയ്യുന്ന മാസമാണ്. നമ്മളൊക്കെ അയൽവാസികളോട്, അതുതന്നെ പള്ളിയിൽ വരുമ്പോ കുറച്ച് ചില്ലറൊക്കെ എടുത്തിട്ട് നമ്മളെ പള്ളിയിൽ വരുന്ന മുത്തഅല്ലിമീങ്ങൾ, പാവപ്പെട്ടവര്, അത് ഏത് ഗ്രൂപ്പ് ഒന്നും ചോദിക്കരുത്. ചില പള്ളിയിൽ അങ്ങനെ ചെന്നാൽ ചെയ്ത ഗ്രൂപ്പ്. ചില പള്ളിയിലെ അവസ്ഥ എന്ത് പള്ളിയിൽ തുറന്ന് ചില വലിയമാർ ചെയ്ത് ഗ്രൂപ്പാ. ഏപ്പിക്കാർക്ക് കൂടെ വാങ്ങാൻ പറ്റൂല, ഏപ്പിക്കാർക്ക് കൂടെ പിരിവില്ല. ഈ രൂപത്തിൽ പറയുന്ന ആളുകൾ സുബ്ഹാനല്ലാഹ് ബുദ്ധിയില്ലല്ലോ ഈ മനുഷ്യന്മാർക്ക്. ബുദ്ധിയില്ലാത്തോണ്ടല്ലേ അങ്ങനെ പറയുന്നത്. അൽഹംദുലില്ലാഹ് നമ്മുടെ സെന്ററിൽ അങ്ങനെ ഒരു വിഷയമല്ല. AP എന്നാലും പള്ളി ഏക്കാന്നല്ല വഹാബിക്ക് അത് ചെയ്ത് കൊടുക്കും ചെയ്തിട്ട് ബന്ധുമില്ല. പറഞ്ഞ ഞാൻ കേട്ടിട്ട് കിടത്തിയുമ്പോ കുറെ. അതുകൊണ്ട് ആരെങ്കിലും ഏതെങ്കിലും വഹാബിക്ക് കൊടുത്ത് പിരിവെടുത്ത് ഒരു പൊരുത്തം നമുക്കില്ല. ഒരു പൊരുത്തം CM വലിയതാക്കി ഉണ്ടാവില്ല, നമ്മുടെ മശായിഖിനൊന്നും ഉണ്ടാവില്ല. വഹാബിക്ക് ഒന്നും കൊടുക്കൂല, ജമാഅത്തേറിന് കൊടുക്കൂല, തബ്ലീഗിന് കൊടുക്കൂല, ഒന്നിനും കൊടുക്കൂല. അത് വഹാബിക്ക് തന്നെ വഹാബിയായ മനുഷ്യന് ഹോസ്പിറ്റൽസ് പൈസ കൊടുക്കൂല എന്നല്ല നമ്മൾ പറഞ്ഞത്. വഹാബിയുടെ വീടുണ്ടാക്കാനും വഹാബിന്റെ മോളെ കെട്ടിക്കാനൊന്നും കൊടുക്കൂല നമ്മൾ പറഞ്ഞത്. വഹാബിന്റെ പള്ളി അല്ല വീടുണ്ടാക്കാൻ, വഹാബിന്റെ കോളേജ് ഉണ്ടാക്കാനും വഹാബിന്റെ സ്ഥാപനം ഉണ്ടാക്കാനും കൊടുക്കൂല. വ്യക്തിപരമായിട്ട് ആരെങ്കിലുമൊക്കെ രോഗം ഉണ്ടെങ്കിൽ ഇവിടുന്ന് പിരിവിട്ടില്ലെങ്കിൽ സുന്നികൾ കൊടുത്തോ, അതിനൊന്നും നമ്മൾ എതിര് പറയുന്നില്ല. ഒരു വഹാബിയായ മനുഷ്യൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ മോളെ കെട്ടിക്കാണ്ട്, അല്ലെങ്കിൽ ഒരു വീടെടുക്കാണ്ട്, സംഘടനാപരമല്ലാതെ ISMന്റെയോ അതുപോലെ വിദഗ്ധകാരുടെ നിലക്കല്ലാതെ നിങ്ങൾ എന്തെങ്കിലും കൊടുത്തോ. സംഘടനയിലേക്ക് അവരെ മതം വളർത്തുന്ന, വഹാബി മതം വളർത്തുന്ന ഒരു പിരിവിനും സുന്നികൾ കൊടുക്കാൻ പാടില്ല. നമ്മുടെ പള്ളിയിൽ പാടില്ല. ഇരിക്കട്ടെ, സുന്നികളായ ആര് വന്നാലും എന്തെങ്കിലും നമ്മൾ കൊടുക്കണം. നമ്മളെ വീട് മുമ്പിൽ ആര് വന്നാലും നമ്മൾ എന്തെങ്കിലും കൊടുക്കണം. വഹാബികളുടെ അവരുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ആരെങ്കിലൊക്കെ നമ്മളെ വീട്ടിൽ വന്നാൽ ഒന്നും കൊടുക്കരുത്. ഒരു സമ്മേളനം, ഒരു സ്ഥാപനം, എന്നാൽ ഒരു കുട്ടിനെ കെട്ടിക്കുന്ന കാര്യത്തിൽ ഒരു വഹാബിയായ അംശം വന്ന് നിന്റെ മോളെ കെട്ടിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ചെയ്തു കൊടുക്കുക. എനിക്കൊരു പെരണ്ടാക്കണം, എന്നെ കൊണ്ട് കഴിയുന്നത് ചെയ്തു കൊടുക്കുക. അത് വഹാബിയെ ജമാഅത്തായാലും നമ്മൾ ചെയ്തു കൊടുക്കണം, അമുസ്ലിമീങ്ങൾക്കും ചെയ്തു കൊടുക്കണം. അത് നേരെ മറിച്ച് അമ്പലത്തിലേക്ക് എന്തെങ്കിലും പിരിവിന് വന്ന്, അല്ലെങ്കിൽ വഹാബി പള്ളിയിലേക്ക് പിരിവിന് വന്ന്, അല്ലെങ്കിൽ ഒരു ഉത്സവത്തിന്, അല്ലെങ്കിൽ കഥകളിക്ക്, എന്തെങ്കിലും കൂത്താട്ടത്തിന് പൈസ വിൽക്കാൻ വേണ്ടി കാളൂട്ടിന് പിരിവിക്കാനൊക്കെ വന്നാൽ
നമുക്ക് നമ്മുടെ സമ്പത്ത് ചെലവഴിക്കുന്നൊരു വേദിയുണ്ട്, അത് ഓർക്കണം, ഒരിക്കലും തന്നെ കൊടുക്കരുത്. ഞാൻ അങ്ങനെ നിർബന്ധം ഉണ്ടെങ്കിൽ പറയാം, ഒരു അമ്പലത്തിലൊക്കെ വന്നാൽ അല്ലെങ്കിൽ വഹാബിന്റെ പള്ളിയൊക്കെ പിരിവിന് വന്നാൽ അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ലെങ്കിൽ പൈസ എടുത്തിട്ട് പറയും ഇത് അയക്കല്ല, ഇത് അനക്കാണെന്ന് പറഞ്ഞാൽ അയാൾക്ക് കൊടുക്കുക, അയാൾ വാങ്ങണ്ട അല്ലെങ്കിൽ കൊടുക്കും. ഈ ഒരു രൂപത്തിലല്ലാതെ ഒരിക്കലും 5 കാശ് ചെലവാക്കാൻ അല്ലാഹു തആല സമ്മതിക്കുകയില്ല. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് നമ്മുടെ പള്ളിയിൽ അത് വരുമ്പോഴൊക്കെ കുറച്ച് ചില്ലറ പൈസ പോക്കറ്റിലിട്ട് ജുമാക്കൊക്കെ വരുമ്പോഴും അല്ലാതെ നിസ്കരിക്കാനൊക്കെ വരുമ്പോൾ ആരുണ്ടെങ്കിലും എന്തെങ്കിലും കൊടുക്കണം. അയൽപക്കത്തൊക്കെ നോമ്പ് തുറക്കാനൊക്കെ ഉണ്ടോ എന്നൊരു ചെറിയ അന്വേഷണം നല്ലതാണ്. അവരൊക്കെ കണ്ടെത്തി നമ്മളെ കയ്യിൽ ഒരു 100 റുപ്യ ഉണ്ടെങ്കിൽ ഒരു 20 റുപ്യ 10 റുപ്യെങ്കിലും അവിടെ എത്തിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അയൽപക്കക്കാരൊക്കെ സുഭിക്ഷമായി ജീവിക്കട്ടെ. ഈ ഒരു മനസ്സ് റമദാൻ ശരീരത്തിൽ പ്രത്യേകം വേണം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഒരാളെ നോമ്പുകാരൻ നോമ്പ് ഉറപ്പിച്ചാൽ അവന്റെ ദോഷങ്ങളൊക്കെ പൊറുക്കാൻ അത് കാരണമാകുന്നതാണ്. നോമ്പുള്ള ആളുകളെ നോമ്പ് തുറപ്പിച്ചാൽ ഈ നോമ്പ് തുറപ്പിച്ചവന്റെ ശരീരം നരകത്തിൽ നിന്ന് മോചിതരാക്കപ്പെടാൻ കാരണമാകും. നോമ്പ് നോറ്റവന്റെ കൂലി ഇവനിക്കും കൊടുക്കും. ഇവൻ നോമ്പ് നോറ്റ കൂലി ഇവനിക്കുണ്ട്, പുറമെ നോമ്പ് നോറ്റ അവന്റെ കൂലിയും കിട്ടും. ഇനി ഇവന് നോമ്പില്ലാന്ന് വെക്കുക, എന്നാൽ ആ നോമ്പ് നോറ്റവന്റെ കൂലി ഇവനിക്ക് അല്ലാഹു തആല കൊടുക്കും. അവന്റെ കൂലി എടുത്ത് കുറയുകയുമില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, പക്ഷേ നോമ്പ് തുറപ്പിക്കുന്നത് മുസ്ലിമിനായിരിക്കണം. അല്ലാഹുവിന്റെ റസൂൽ ഹദീസിൽ പറയുന്നുണ്ട്, സഹാബത്ത് ചോദിക്കുന്നു, ഞങ്ങളെ വീട്ടിലൊക്കെ നോമ്പ് ഉറപ്പിക്കാനുള്ള സൗകര്യം ഇല്ലല്ലോ, സാമ്പത്തികം ഇല്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അല്പം പാല് കൊടുത്ത്, അല്പം വെള്ളം കൊടുത്ത്, അല്പം കാരക്ക കൊടുത്ത് നോമ്പ് ഉറപ്പിച്ചാലും ഈ കൂലി കിട്ടും. അതെങ്ങനെ കോലം? പെരീക്ക് ഒരാളെ വിളിക്കാൻ നോമ്പറക്കാൻ വരണമെന്നറിയാം, എന്നിട്ട് അല്പം വെള്ളം കൊടുത്തിരുന്ന പോയിക്കാറിയാം, നല്ല വട്ടം ഉണ്ടാവുന്നതാണ്. മുമ്പിലകത്ത് കയറിയിട്ട് വരാൻ നല്ലത്. ചിലപ്പോൾ അതോടുകൂടി നോമ്പറപ്പിക്കലിന്റെ ബോധി തീരും. അങ്ങനെ ഉണ്ടാകാം. ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. നോമ്പറപ്പിക്കലിന്റെ പൂർണ്ണ ശൈലി എങ്ങനെയാണ്? ഫത്തിറയുടെ വിശദീകരണത്തിൽ ഫതുൽ മൊഴിയിലും തുഫയിലൊക്കെ കാണാം, അവർക്ക് ഭക്ഷണം കൊടുക്കുക, ഇതാണ് നോമ്പറപ്പിക്കൽ. എന്നാൽ നോമ്പ് പറപ്പിക്കലിന്റെ ചെറിയ രൂപം എങ്ങനെയാണ്? കാരക്കയോ വെള്ളമോ കൊടുക്കുക. അത് വീട്ടിലൊന്നും ക്ഷണിച്ചിട്ട് കൊടുക്കരുത്, തേങ്ങയിൽ അത് ചെയ്യും. നമ്മൾ അതിന് അങ്ങനത്തെ ഒക്കെ വേദി എങ്ങനെ വെച്ചാൽ പള്ളിയിലേക്കൊക്കെ കാരക്ക കൊടുത്താച്ചാൽ ഉസ്താദിനെ കണ്ടിട്ട് നോമ്പറക്കലൊക്കെ ഉണ്ട്. ഇവിടെ നോമ്പറക്കലുണ്ട് മാമ ഉണ്ട്. അപ്പൊ ഇത് പെണ്ണുങ്ങൾക്കും പറ്റും. പിന്നെ കുറച്ച് പൈസ കൊടുത്താക്കുക, നോമ്പറപ്പിക്കലേക്ക് ഇത് എടുക്കണം. അപ്പൊ ഇവന്റെ 10 റുപ്യയും അവന്റെ 50 റുപ്യയും മറ്റവന്റെ 100 റുപ്യ കൂടി കൂട്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കൊടുത്താൽ ഈ നോമ്പറക്കുന്ന വെള്ളവും ഫ്രൂട്ട്സും ഒക്കെ ഒരു കാരക്ക 2 കാരക്കൊണ്ടൊക്കെ ഓരോരുത്തർ നോമ്പ് തുറക്കുമ്പോൾ അതിന് ചെറിയ കൂലി, നോമ്പ് തുറപ്പിച്ച കൂലി കാശ് കൊടുത്തവർക്ക് കിട്ടും. നമ്മളതിന്റെ ആളുകളാവണം. അത് സെൻട്രൽ പള്ളിക്ക് മാത്രം കൊടുത്താൽ പോരാ. സുന്നി പള്ളികൾ എവിടെയുണ്ടോ അവർക്കൊക്കെ ഒരു പാക്കറ്റ് കാരക്ക അല്ലെങ്കിൽ വത്തക്കെ ഒക്കെ കൊണ്ടേ എത്തിച്ചു കൊടുത്താൽ അത് വളരെ നന്മയായിരിക്കും. ഇത് അറിയാതെ കിട്ടുന്ന ഒരു സുന്നത്താണ്. എത്ര ആള് പള്ളിയിൽ നോമ്പറക്കാണ്ടാവും, അവരൊക്കെ അത് കഴിച്ച് നോമ്പ് നമ്മുടെ കാരക്ക കൊണ്ട്, നമ്മുടെ പൈസ കൊണ്ടുള്ള ഒരു കാരക്ക കൊണ്ട് ഒരാൾ നോമ്പ് പറഞ്ഞാൽ അയാളുടെ നോമ്പിൽ നിന്നൊരു ചെറിയ വിഹിതം നമുക്ക് അല്ലാഹു തരുന്നു. അയാൾക്ക് കൂലിയിട്ട് പറയില്ല എന്ന് മുത്തലിൽ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് കൂലികൾ വാരിക്കൂട്ടാൻ പറ്റിയ വലിയ വലിയ വേദികൾ നമ്മുടെ പള്ളികളിലൊക്കെ ഉണ്ട്. എല്ലാവരും അതിലൊക്കെ നമ്മൾ ഭാഗവാക്കാവണം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഈ റമളാൻ ഒരു മാസമാണ്. അതിന്റെ തുടക്കം റഹ്മത്താണ്, അതിന്റെ നടു മഗ്ഫിറത്താണ്, അതിന്റെ ലാസ്റ്റ് ഇത്ഖാണ്. വലിയ മഹത്വമായ 3 വാക്കുകളാണ് പറഞ്ഞത്. തുടക്കം റഹ്മത്ത്, അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറക്കി 1, 2, 3, 10 ദിവസം റഹ്മത്ത് കിട്ടി. ഇവനങ്ങ് അല്ലാഹുവിന്റെ ഇട്ടദാസനാകുമ്പോൾ ഈ രണ്ടാമത്തെ 10-ൽ അതാ അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് അവന് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. 10 ദിവസങ്ങളെ കൊണ്ട് അവൻ ദോഷം പൊറുക്കപ്പെട്ടവനാകുന്നു. ദോഷം പൊറുക്കപ്പെടുമ്പോൾ 20 കഴിഞ്ഞാൽ അല്ലാഹുവിനെ ഇത്ഖ് നൽകുന്നു. അല്ലാഹു നമ്മളെ ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിങ്ങൾ 4 ദിക്റുകൾ ഈ റമളാൻ ശരീഫിൽ അധികരിപ്പിക്കണം. 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ പൊരുത്തം പ്രത്യേകമായി കിട്ടും. 2 കാര്യം ഒരിക്കലും നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്തതുമാണ്. ഇങ്ങനെ 4 കാര്യം. റബ്ബിനെ പൊരുത്തപ്പെടുത്തുന്ന 2 കാര്യം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ല ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ നിങ്ങൾ അധികരിപ്പിക്കണം. വതസ്തഗ്ഫിറൂനഹു, അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്ർ നിങ്ങൾ അധികരിപ്പിക്കണം.
റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, അമ്മല്ലതാനി ലാ ഗിനാലക്കും അൻഹുമാ, നിങ്ങൾക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത രണ്ട് ദിക്റുകൾ എന്ന് പറഞ്ഞത് അത് വതസ്അലൂനഹുൽ ജന്ന വതുഈനുഹു മിനന്നാർ, അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനന്നാർ എന്ന ദിക്ർ നിങ്ങൾ അധികരിപ്പിക്കണം. നമ്മളൊക്കെ ചൊല്ലാറുണ്ട്. പക്ഷേ എൻ്റെ സഹോദരന്മാരെ, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് ഇതിലുണ്ട്. ഈ ദിക്ർ നിസ്കാരത്തിന് ശേഷം 3 വട്ടം ചൊല്ലുന്ന ഒരു പതിവാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത്. അത് പോരാ. നിസ്കാരത്തിന് ശേഷം 3 വട്ടം നിർബന്ധം നമ്മൾ ചൊല്ലണം. അതിന്റെ പുറമെ നാം ഇത് രാത്രികളിലൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് കുറേ വട്ടം അങ്ങ് ചൊല്ലിയേക്കണം. അല്ലാഹുവിന്റെ റസൂൽ ഇസ്തഗ്ഫിറു, കഴിവതും നിങ്ങൾ അധികരിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവേ നീ ഒരുവനാണെന്ന് ഞാനിതാ ഷഹാദത്ത് ചെയ്യുന്നു. അസ്തഗ്ഫിറുല്ലാഹ്, എൻ്റെ കാലം ജീവിതത്തിൽ വന്നതൊക്കെ എനിക്ക് മാപ്പ് തരണേ അല്ലാഹ്. അസ്അലുകൽ ജന്ന, എന്നെ സ്വർഗ്ഗത്തിലല്ലാതെ കടത്തരുത് അല്ലാഹ്. അഊദു ബിക മിനന്നാർ, നരകത്തിൽ ഒരിക്കലും കടത്തരുത് അല്ലാഹ് എന്ന മനസ്സറിഞ്ഞുള്ള ഈ പ്രാർത്ഥന കഴിവതും റമദാനിൽ സുന്നത്ത് നിസ്കാരത്തിന് ശേഷവും ഫർദ് നിസ്കാരത്തിന് ശേഷവും നിസ്കാരത്തിന് ശേഷം അല്ലാതെയും നാം അധികരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലതൊക്കെ ചെയ്യാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ടൈം വൈകി. ഇൻഷാ അല്ലാഹ് നാളെ റമദാനിന്റെ മസലകൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിർബന്ധമായും വരണം. റമദാനിൽ നമുക്ക് വരുന്ന വിഷയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഓർമ്മയിൽ വന്നത് നമുക്ക് മസലകൾ മാത്രം പറഞ്ഞ് പ്രസംഗിക്കാനുള്ളതാണ്. നാളെ നിങ്ങളുടെ ക്വസ്റ്റ്യനുകൾ, നിങ്ങളുടെ ചോദ്യങ്ങൾ, ഉമ്മമാരൊക്കെ കുറേ ചോദ്യങ്ങൾ അവർക്കുണ്ടാവും. മസലകൾ പഠിക്കുക എന്നുള്ളത് ഇന്ന് വളരെ ആവശ്യമുള്ള ഒരു കേസാണ്. മസല വളരെ കുറഞ്ഞു പോയൊരു കാലമാണ്. കാരണം ഉമ്മമാരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഉള്ള വിത്തന നിയമം ദീനിന്റെ അടിത്തറ കൊണ്ടെന്ന് വഹാബി ഒരു ഭാഗത്ത്, മറ്റൊരു ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ഇസ്ലാമിന്റെ അടിത്തറ നമുക്ക് ഇങ്ങനെ കത്തി വെക്കുമ്പോൾ ആ അടിത്തറ ശരിയാക്കി വരുമ്പോൾ ഇതിന് കെട്ടിടം ആകെ മറന്നു പോകുന്നുണ്ട്. എല്ലാത്തിനും കൂടെ നമുക്ക് ടൈമും ഇല്ല. അപ്പൊ ഇത്തിരി ഒരു വേദി നമ്മുടെ നാട്ടിൽ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഉള്ളവരും അടുത്തുള്ള നാട്ടിലും 2.5 മണിക്കൂർ 10 മിനിറ്റ് ഇൻഷാ അല്ലാഹ് നമുക്ക് നിർത്താം. നാളെ ദുആ ചെയ്ത് പിരിയ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. മസലകൾ നിങ്ങൾ എഴുതിക്കൊണ്ടെന്ന് ഇവിടെ സെന്ററിൽ ഉച്ചന് മുമ്പ് ഏൽപ്പിക്കണം കഴിവതും. ഇനി നിങ്ങൾ വരുമ്പോൾ കൊണ്ടുവന്നാലും ഇൻഷാ അല്ലാഹ് അപ്പൊ പറ്റി നമുക്ക് നോക്കാൻ നേരം കിട്ടുമെന്നുള്ളതാണ് പ്രശ്നം. നിങ്ങൾ കഴിവതും ഒക്കെ ചെയ്യണം. അല്ലാഹു തആല നമ്മെ ഈ സംഗമം സ്വീകരിക്കുമാറാകട്ടെ. അർഹമുർ റഹീമീനായ രാജ സയ്യിദാ തമ്പുരാനെ, ഈ സദസ്സിനെ സ്വീകരിക്കണേ അല്ലാഹ്. പറഞ്ഞതും കേട്ടതും സ്വീകരിക്കണേ അല്ലാഹ്. വിശുദ്ധ റമദാൻ ശരീഫ് വരും നമുക്ക് ഞങ്ങൾ ആരും മരിപ്പിക്കരുത് അല്ലാഹ്. റമദാൻ മുഴുവൻ ദിവസങ്ങളിലും എനിക്കും ഞങ്ങൾക്ക് എല്ലാവരും, ഞങ്ങളുടെ എൻ്റെ ഉമ്മക്കും, ഞങ്ങളുടെ ഉമ്മമാർക്കും, ഞങ്ങളുടെ ഉസ്താദുമാർക്കും, ഞങ്ങൾക്കും, ഞങ്ങളോട് ബന്ധപ്പെട്ട ഞങ്ങളുടെ ഭാര്യമാരും